ഹായ് ഓൾ, വെൽക്കം ടു നെറ്റ്വർക്ക് തിയറി ക്ലാസ്. ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ നെറ്റ്വർക്ക് തിയറി S3യുടെ KTU മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തിട്ടുണ്ട് സിലബസിൻ്റെ കൂടെ. ആ മോഡൽ ക്വസ്റ്റ്യൻ ഇതിൽ മോഡ്യൂൾ 2ൻ്റെ സൊല്യൂഷൻസ് ആയിരിക്കും. പാർട്ട് എ പാർട്ട് ബിയുടെ സൊല്യൂഷൻ ആയിരിക്കും നമ്മളിന്ന് ഇവിടെ സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ചാനലിൽ തന്നെ മോഡ്യൂൾ 1ൻ്റെ ക്വസ്റ്റ്യൻസും അതിൻ്റെ സൊല്യൂഷൻസും ഓൾറെഡി വീഡിയോ ഉണ്ട്. അത് വാച്ച് ചെയ്യാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്, ഒന്ന് വാച്ച് ചെയ്യുക. ഇന്ന് പാർട്ട് മോഡ്യൂൾ 2 ആണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം ക്വസ്റ്റ്യനകത്താണെങ്കിൽ നോർമലി ക്വസ്റ്റ്യൻ പാറ്റേൺ അനുസരിച്ച് മോഡ്യൂൾ 2 ഇന്ന് പാർട്ട് എയിലും പാർട്ട് ബിയിലും ക്വസ്റ്റ്യൻസ് കാണും. പാർട്ട് എയിൽ 2 ഷോർട്ട് ക്വസ്റ്റ്യൻസ് കാണും, 3 മാർക്സ് ഈച്ച്. ഓക്കെ, ഇതിൻ്റെ കേസിൽ ചോദിച്ചിരിക്കുന്നത് തിയറം സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇവാലുവേറ്റ് നോർട്ടൺ ഇക്വലന്റ് ഫോർ ദ ഫോളോയിങ് സർക്യൂട്ട്. ഒരു ഡിപ്പെൻഡൻറ്റ് സോഴ്സിന്റെ ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട്. വി നീഡ് ടു ഫൈൻഡ് ദ നോർട്ടൺ ഇക്വലന്റ്. രണ്ടും 3 മാർക്സിന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പം ടോട്ടൽ 6 മാർക്സ് പാർട്ട് എ എന്ന് വരും. സിമിലർലി പാർട്ട് ബിയിൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ബിയിൽ 2 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. ഓക്കെ, ഏതെങ്കിലും ഒന്ന് അറ്റംപ്റ്റ് ചെയ്താൽ മതി. നമ്മൾ സൊല്യൂഷൻ നമ്മൾ എല്ലാ ചോയ്സും കൂടി ചേർത്തുള്ള സൊല്യൂഷനാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മോഡ്യൂൾ 2 പാർട്ട് ബി ക്വസ്റ്റ്യൻ 7 മാർക്സ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ കറണ്ട് IY യൂസിങ് സൂപ്പർപോസിഷൻ പ്രിൻസിപ്പിൾ. ഓക്കെ, ഫൈൻഡ് ദ കറണ്ട് IY യൂസിങ് സൂപ്പർപോസിഷൻ പ്രിൻസിപ്പിൾ ഒരു നെറ്റ്വർക്ക് തന്നിട്ടുണ്ട്. അത് ഒരു ഇൻഡിപെൻഡന്റ് സോഴ്സിന്റെ കേസുള്ള സൂപ്പർപോസിഷൻ പ്രിൻസിപ്പിൾ അപ്ലൈ ഉള്ള ഒരു നെറ്റ്വർക്ക് ആണ്. അതുപോലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ 7 മാർക്സ് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ നോർട്ടൺ ഇക്വലന്റ് ഓഫ് ദ സർക്യൂട്ട് അക്രോസ് ദ പോർട്ട് A ആൻഡ് B. അത് ഒരു നെറ്റ്വർക്ക് വന്നിട്ടുണ്ട്. നോർട്ടൺ ഈക്വലന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇത് 2 7 മാർക്സിന് ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിറ്റർമൈൻ ദ മാക്സിമം പവർ ഡെലിവേർഡ് ടു ദ സർക്യൂട്ട്. 14 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. പവർ ഡെലിവേർഡ് യൂസിങ് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം വെച്ചിട്ട് സോൾവ് ചെയ്യാനുള്ളതാണ്. ഒരു നെറ്റ്വർക്ക് വന്നിട്ടുണ്ട്. അത് 14 മാർക്സിനുള്ളതാണ്. അത് AC അനാലിസിസ് വരുന്ന കേസാണ്. അതുപോലെ ഇൻഡിപെൻഡന്റ് സോഴ്സ് കേസാണ്. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പാർട്ട് എയിൽ 2 ക്വസ്റ്റ്യൻസ്, ഒന്ന് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറത്തിന്റെ ഒരു ഷോർട്ട് ക്വസ്റ്റ്യനും, അതുപോലെ നോർട്ടൺ ഈക്വലന്റ് ഡിപ്പെൻഡന്റ് സോഴ്സ് മാത്രം വരുന്ന കേസ്. അതുപോലെ പാർട്ട് ബിയിൽ ഈ 3 പ്രോബ്ലംസ്, ഒന്ന് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറത്തിൻ്റെത്, സെക്കൻഡ് വൺ നോർട്ടൺ ഈക്വലന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്, അതുപോലെ നെക്സ്റ്റ് വരുന്നത് സൂപ്പർപോസിഷൻ പ്രിൻസിപ്പിൾ യൂസ് ചെയ്ത് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ 2019 സ്കീമിൽ മോഡൽ ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പുതിയതായിട്ടുള്ള സ്കീം ആയതുകൊണ്ട് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനും ഏകദേശം മോഡൽ ക്വസ്റ്റ്യൻ രീതിയിലായിരിക്കും ചോദിക്കുന്നത്. അപ്പം നമുക്കിത് സോൾവ് ചെയ്യാം. നമ്മൾ പാർട്ട് ബി സോൾവ് ചെയ്തിട്ടായിരിക്കും പാർട്ട് എ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് പാർട്ട് ബി സോൾവ് ചെയ്യാം. ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ കറണ്ട് IY ബൈ സൂപ്പർപോസിഷൻ തിയറം. IY ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. IY ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നോക്കണം ഏത് ടൈപ്പ് കാറ്റഗറി സർക്യൂട്ടാന്ന് നോക്കണം. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഡിപ്പെൻഡന്റ് സോഴ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, ഡിപ്പെൻഡന്റ് സോഴ്സ് കേസാണ്. അതുപോലെ റെസിസ്റ്റർ മാത്രമേ ഉള്ളൂ. സോ DC അനാലിസിസ് സർക്യൂട്ടാണ്. സൂപ്പർപോസിഷൻ പ്രിൻസിപ്പിൾ ആണ് നമുക്കിവിടെ യൂസ് ചെയ്യേണ്ടത്. ഇപ്പം സൂപ്പർപോസിഷൻ പ്രിൻസിപ്പിളിന്റെ പ്രോബ്ലം ചോദിക്കുമ്പം ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് എത്ര ഇൻഡിപെൻഡന്റ് സോഴ്സ് ഉണ്ടെന്ന് നമ്മൾ നോക്കണം, ഇല്ലേ? ഫസ്റ്റ് നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് സോഴ്സസ് നോക്കണം. ഇൻഡിപെൻഡന്റ് സോഴ്സസ്, ഇതിന്റെ കേസിൽ എത്ര ഇൻഡിപെൻഡന്റ് സോഴ്സ് ഉണ്ട്? 120 വോൾട്ട് ഒരു ഇൻഡിപെൻഡന്റ് വോൾട്ടേജ് സോഴ്സ് ആണ്. ദിസ് 12 ആംപിയർ ഇസ് എ കറന്റ് സോഴ്സ് ആൻഡ് 40 വോൾട്ട് ഈസ് എ ഇൻഡിപെൻഡന്റ് വോൾട്ടേജ് സോഴ്സ്. അപ്പോൾ 3 ഇൻഡിപെൻഡന്റ് വോൾട്ടേജ് സോഴ്സസ് ഉണ്ട്. അതുപോലെ ഇതുപോലെ സൂപ്പർപോസിഷൻ പ്രിൻസിപ്പിൾ വരുമ്പോഴത്തേക്ക് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഡിപ്പെൻഡന്റ് സോഴ്സസിന് നമ്മൾ ആ കേസ് എടുക്കത്തില്ല. കാരണം അതിന്റെ വാല്യൂ വേറെ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ട്. ഡിപ്പെൻഡന്റ് സോഴ്സ് എടുക്കത്തില്ല. സൂപ്പർപോസിഷൻ പ്രിൻസിപ്പിളിന്റെ കേസിൽ ഇൻഡിപെൻഡന്റ് സോഴ്സ് ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അതുപോലെ ഇൻഡിപെൻഡന്റ് സോഴ്സ് അറ്റ് എ ടൈം ഒരെണ്ണം മാത്രം കൺസിഡർ ചെയ്യും, ബാക്കി സോഴ്സസ് ഡീആക്ടിവേറ്റ് ചെയ്യും. അതിൽ വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ചെയ്യും. അതുപോലെ കറണ്ട് സോഴ്സ് ആണെങ്കിൽ അതിനെ ഓപ്പൺ സർക്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പം നമുക്കിവിടെ 3 സോഴ്സസ് ഉണ്ട്, അല്ലേ? ഒരു 120 വോൾട്ട് വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, ഒരു 12 ആംപിയർ കറണ്ട് സോഴ്സ് ഉണ്ട്, അതുപോലെ 40 വോൾട്ട് വോൾട്ടേജ് സോഴ്സ് ഉണ്ട്. അപ്പോൾ 3 സോഴ്സസ് ഉണ്ട്. 3ഉം ഇൻഡിപെൻഡന്റ് സോഴ്സസ് ആണ്. ഡിപ്പെൻഡന്റ് സോഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യത്തില്ല. അപ്പോൾ ഫസ്റ്റ് എന്താ, കേസ് 1 എന്തായിരിക്കും?
കേസ് 1 നമ്മൾ ഈ 120 വോൾട്ട് വോൾട്ടേജ് സോഴ്സ് മാത്രം കൺസിഡർ ചെയ്യും. ഓക്കെ, കൺസിഡറിങ് 120 വോൾട്ടേജ് സോഴ്സ് അലോൺ. കൺസിഡറിങ് 120 വോൾട്ട് സോഴ്സ് എലോൺ. ഓക്കെ, ഇപ്പോഴത്തേക്ക് എന്ത് വരും? ഈ കറണ്ട് സോഴ്സ് എന്തായിട്ട് വരും? അത് ഓപ്പൺ സർക്യൂട്ട് ആവും. ഈ വോൾട്ടേജ് സോഴ്സ് ഷോർട്ട് സർക്യൂട്ട് ആവും. ഓക്കെ, നമുക്കത് ഇവിടെ റീഡ്രോ ചെയ്യാം. ഇപ്പോൾ 120 വോൾട്ടേജ് സോഴ്സ് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. 120 വോൾട്ടേജ് സോഴ്സ് എഴുതി. നെക്സ്റ്റ് ആ 4 ഓം വന്നു. 4 ഓം. ഓക്കെ, 4 ഓം. ഈ കറണ്ട് സോഴ്സ് എന്താവും? അതിനെ നമ്മൾ ഡീആക്ടിവേറ്റ് ചെയ്യും. ഓക്കെ, ഈ ഒരു സോഴ്സ് മാത്രമേ കൺസിഡർ ചെയ്തുള്ളൂ. ബാക്കി വരുന്ന ഇൻഡിപെൻഡന്റ് സോഴ്സിലെല്ലാം നമ്മൾ ഡീആക്ടിവേറ്റ് ചെയ്യും. കറണ്ട് സോഴ്സ് ആയതുകൊണ്ട് അതിനെ ഓപ്പൺ സർക്യൂട്ട് ചെയ്യും. അതുപോലെ വോൾട്ടേജ് സോഴ്സ് നമ്മൾ എന്ത് ചെയ്യും? ഷോർട്ട് സർക്യൂട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ ഈ ഡിപെൻഡന്റ് സോഴ്സ് അതുപോലെ കാണും. ഓക്കെ, പ്ലസ് മൈനസ്, അതിൻ്റെ വാല്യൂ 10 I1 തന്നിട്ടുണ്ട്. അതുപോലെ ഇത് 8 ഓം ആണ്. ഓക്കെ, 8 ഓം. ഈ 40 വോൾട്ടിന് നമ്മൾ എന്ത് ചെയ്യും? ഷോർട്ട് സർക്യൂട്ട് ചെയ്യും. അല്ലേ? വെരി ഗുഡ്, ഷോർട്ട് സർക്യൂട്ട് ചെയ്യും. ഇതായിരിക്കും ഈ 120 വോൾട്ടേജ് സോഴ്സ് മാത്രം കൺസിഡർ ചെയ്യുമ്പോഴുള്ള നെറ്റ്വർക്ക് വരുന്നത്. ഇതുപോലെ ആയിരിക്കും. അതുപോലെ ഇതിന്റെ IY വാല്യൂ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, IY വാല്യൂ നമുക്കിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എന്താ? IYയുടെ വാല്യൂ ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് യൂസിങ് സൂപ്പർപോസിഷൻ തിയറം. നമ്മൾ എന്ത് ചെയ്യും? ആദ്യമേ ഈ സോഴ്സ് മാത്രം കൺസിഡർ ചെയ്തിട്ട് IY വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യും. സെക്കൻഡ് കേസിൽ ഈ കറണ്ട് സോഴ്സ് മാത്രം കൺസിഡർ ചെയ്തിട്ട്, അതായത് ഈ വോൾട്ടേജ് സോഴ്സ് ഷോർട്ട് സർക്യൂട്ട് ചെയ്യും, ഈ വോൾട്ടേജ് സോഴ്സിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യും. അപ്പോൾ ഈ 12 ആംപിയർ കറണ്ട് സോഴ്സ് മാത്രമുള്ളപ്പോൾ ഉള്ള കറണ്ട് IY ഫൈൻഡ് ഔട്ട് ചെയ്യും. ഓക്കെ, സെക്കൻഡ് കേസിൽ. തേർഡ് കേസിൽ എന്ത് ചെയ്യും? ഈ വോൾട്ടേജ് സോഴ്സ് 40 വോൾട്ട് എലോൺ മാത്രം കൺസിഡർ ചെയ്യും. ഇപ്പോഴത്തേക്ക് ഈ കറണ്ട് സോഴ്സ് നമ്മൾ ഓപ്പൺ ചെയ്യും, ഈ വോൾട്ടേജ് സോഴ്സ് നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്യും. എന്നിട്ട് IY കറണ്ട് ഫൈൻഡ് ഔട്ട് ചെയ്യും. ഇപ്പം 3 കേസിലെയും കൂടെ സം ആയിരിക്കും എഫക്റ്റീവ് IY വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് കേസ് എടുത്തു. ഇനി ഇതിൻ്റെ അകത്ത് എന്താ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്? നമുക്ക് IYയുടെ വാല്യൂ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അത് സിമ്പിളാണ്, കാരണം ഒറ്റ നെറ്റ്വർക്ക് ഒറ്റ മെഷേ ഉള്ളൂ. നമുക്ക് ഇക്വേഷൻസ് എഴുതാം. ഇക്വേഷൻസ് എഴുതി നമുക്ക് ഡയറക്റ്റ് കിട്ടും. അപ്പം സിഗ്മ V = സിഗ്മ IR എഴുതുവാണ്. ഓക്കെ, ഇപ്പം ഇങ്ങനെയാണ് നമ്മൾ കറണ്ട് സോഴ്സ് വരുന്നത്. അപ്പോൾ അവിടെ ലീവ് ചെയ്യുന്നിടത്ത് എന്താണ്? പോസിറ്റീവ് ആണ്. സോ 120 വരും. സിഗ്മ V, ദിസ് ഈസ് V. ഇനി വേറെ സോഴ്സ് വല്ലതും ഉണ്ടോ? ഇതൊരു പ്ലസ് മൈനസ് എന്ന് പറയുമ്പോഴത്തേക്ക് ദാറ്റ് ഈസ് എ വോൾട്ടേജ് സോഴ്സ്. ഓക്കെ, അവിടെ ലീവ് ചെയ്യുന്നിടത്ത് എവിടെ വരുന്നത്? നെഗറ്റീവിലാണ്. സോ മൈനസ്, അതിന്റെ വാല്യൂ എത്ര? 10 IY. ഓക്കെ, ഇനി വേറെ വല്ല സോഴ്സസും ഉണ്ടോ? ഇല്ല. സോ സിഗ്മ V = സിഗ്മ IR. ഇവിടെ I × R എന്ത് വരും? ഇവിടെ തന്നിട്ടുണ്ട് IY ആണ് നമ്മളുടെ കറണ്ട് എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെന്തായിരിക്കും? 4 IY ആയിരിക്കും. ഓക്കെ, ഇതിനെ എന്തായിരിക്കും? പ്ലസ് 8 IY. ഓക്കെ, സിഗ്മ V = സിഗ്മ I × R. ഇതിലേക്കുള്ള ഫ്ലോ ചെയ്യുന്ന കറണ്ട് IY ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, അത് സെയിം ഡയറക്ഷൻ തന്നെയാണ് IY തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് IYയുടെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്തൂടെ? അപ്പോൾ IY = 120 divided by 22 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 5.454 കറണ്ട് ആയതുകൊണ്ട് ആംപിയർന്ന് കിട്ടും. IYയുടെ വാല്യൂ കിട്ടി. നമുക്ക് വേണ്ടത് IYയുടെ വാല്യൂ ആണ്. അപ്പോൾ 120 വോൾട്ടേജ് സോഴ്സ് എലോൺ മാത്രമുള്ള കേസിലുള്ള IY വാല്യൂ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് ഞാനത് IY ഡാഷ് കൊടുത്തു. ഓക്കെ, 120 വോൾട്ട് സോഴ്സ് എലോൺ ഉള്ള IY കറണ്ട് IY ഡാഷ് ഈസ് ഈക്വൽ ടു 5.454 ആംപിയർ കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിന്റെ കേസ് 2 കൺസിഡർ ചെയ്യണം. അല്ലേ? കേസ് 2 കൺസിഡർ ചെയ്യണം. കേസ് 2 നമ്മൾ എന്തായിരിക്കും എടുക്കുന്നത്? ഈ 12 ആംപിയർ കറണ്ട് സോഴ്സ് എലോൺ മാത്രം കൺസിഡർ ചെയ്യും. ബാക്കി 2 ഇൻഡിപെൻഡന്റ് സോഴ്സസ് നമ്മൾ ഡീആക്ടിവേറ്റ് ചെയ്യും. ഓക്കെ, വരയ്ക്കാം. അപ്പോൾ ഈ 120 വോൾട്ടേജ് സോഴ്സിന് ഡീആക്ടിവേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ ചെയ്യേണ്ടത്? വെരി ഗുഡ്, അതിന് എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് ചെയ്യണം. അപ്പോൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് നെക്സ്റ്റ് ഇവിടെ 4 ഓം ഉണ്ട്. നമ്മൾ ഈ കറണ്ട് സോഴ്സ് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആ കറണ്ട് സോഴ്സ് അവിടെ വരയ്ക്കുക. 12 ആംപിയർ ആണ്. ഡിപ്പെൻഡൻറ്റ് സോഴ്സ് ഉണ്ട്, അതിന് മാറ്റമൊന്നുമില്ല. പ്ലസ് മൈനസ്. നെക്സ്റ്റ് ഒരു 8 ഓം ഉണ്ട്. ഓക്കെ, 8 ഓം ഉണ്ട്. ഇനി ഇതിനെ എന്ത് ചെയ്യും? ഇതിനെ നമുക്ക് ഡീആക്ടിവേറ്റ് ചെയ്യണം. അത് വോൾട്ടേജ് സോഴ്സ് ആണ്. അപ്പോൾ എന്ത് ചെയ്യും? വി വിൽ ഷോർട്ട് സർക്യൂട്ട് ഇറ്റ്. ഓക്കെ, നമുക്ക് ഇക്വലന്റ് സർക്യൂട്ട് ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇപ്പോൾ 12 വോൾട്ട് എലോൺ ഉള്ള കേസാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. 12 ആംപിയർ എലോൺ ഉള്ള കേസാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിനകത്ത് നമുക്ക് ഇതിലേക്കുള്ള കറണ്ട് IY ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, IY ഫൈൻഡ് ഔട്ട് ചെയ്യണം. ദിസ് ഈസ് 10 IY. ഓക്കെ, അപ്പോൾ IY എങ്ങനെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യും? നോക്കിക്കേ,
ഇതിൻ്റെ കേസിൽ ഐ വൈ ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ നോഡ് ഇക്വേഷൻ യൂസ് ചെയ്ത് ഇവിടുത്തെ വോൾട്ടേജ് ഇപ്പം സപ്പോസ് വി ആണെങ്കിൽ നമുക്ക് വി കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും? ഐ വൈ കറണ്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, വി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഐ വൈ കറണ്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യും? നോഡൽ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യും, നോഡൽ അനാലിസിസ് നമ്മളിവിടെ യൂസ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇതിപ്പോൾ ഡിപ്പെൻഡൻറ്റ് സോഴ്സ് വരുന്ന കേസിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഡിപ്പെൻഡൻറ്റ് പാരാമീറ്റർ ഏതാണെന്ന് നോക്കുക, അതിൻ്റെ ഇക്വേഷൻ നമ്മൾ ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യുക, എന്നിട്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. നമ്മൾ അന്ന് തൊട്ടേ അങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതൊരു ഡിപ്പെൻഡൻറ്റ് സോഴ്സ് കേസാണ്. അതിനകത്ത് ഡിപ്പെൻഡൻറ്റ് പാരാമീറ്റർ ഐ വൈ ആണ്. അപ്പോൾ ഐ വൈ വി ഈക്വൽ ടു ഐ ആർ എന്നാണ്. ഇപ്പോൾ ഇവിടുത്തെ ഐ എന്ന് വെച്ചാൽ ഐ വൈ ആണ്, ആർ 4 ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 4 ഐ വൈ എന്ന് എഴുതാം. അതുപോലെ ഇതിന്റെ ഈ ഡയറക്ഷനിലാണ് വരുന്നത്. അപ്പം സാധാരണ കേസിൽ എങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, ഡൗൺവേർഡ്സിലാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ വരും ഒരു -4 ഐ വൈ വരും. ഓക്കെ, ഇവിടുത്തെ വി ഈക്വൽ ടു നോർമൽ കൺവെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോഡായിട്ട് എടുക്കുമ്പം അവിടെ നിന്ന് ലീവ് ചെയ്യുന്നതായിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇങ്ങോട്ടാണ് പോകുന്നത്. തന്നിരിക്കുന്നത് എന്താണ്? ഐ വൈ ഡയറക്ഷൻ ഇങ്ങനെയാണ്, അപ്പോൾ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ഒരു -4 ഐ വൈ എന്ന് വരും. ഓക്കെ, ഇനി നോഡ് ഇക്വേഷൻ എഴുതിക്കൂടെ? അപ്പോൾ ഈ നോഡിന്റെ ഇക്വേഷൻ എഴുതുന്നത് വരും 3 ബ്രാഞ്ചസ് ആണ്. നമുക്ക് നോഡ് ഇക്വേഷൻ എഴുതാൻ അറിയാം, അത് എഴുതാൻ പോവുകയാണ്. ഇപ്പോൾ ഫസ്റ്റ് ഈ ബ്രാഞ്ചിൽ എന്ത് വരും? ഒന്നുകൂടെ ഇപ്പുറത്തോട്ട് വരയ്ക്കാം. ഇപ്പോൾ ഈ നെറ്റ്വർക്ക് 12 ആംപിയർ കറണ്ട് സോഴ്സ് മാത്രം കൺസിഡർ ചെയ്യുന്ന അത് ഞാൻ ഇങ്ങോട്ട് റീഡ്രോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സെയിം തന്നെ, ഈ സെയിം സർക്യൂട്ട് തന്നെയാണ് ഇവിടെ റീഡ്രോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഐ വൈഡ് ഇക്വേഷൻ ഇവിടെ നമ്മൾ നോഡ് വി ആയിട്ട് എടുത്തു. ഇപ്പോൾ വി ഈക്വൽ ടു -4 ഐ വൈ നമുക്ക് കിട്ടി. ഇനി നോഡ് ഇക്വേഷൻസ് എഴുതാൻ പോവുകയാണ്. ഇവിടെ 3 ബ്രാഞ്ചസ് ഉണ്ട്, ആ 3 ബ്രാഞ്ചിന്റെ ഇക്വേഷൻ എഴുതാൻ പോവുകയാണ്. നോഡ് ഇക്വേഷൻസ് ഇപ്പം എങ്ങനെ വരും? ഫസ്റ്റ് ഞാൻ ഈ ബ്രാഞ്ചിൽ എഴുതുകയാണ്. അപ്പം നമ്മൾ KCL ഇക്വേഷൻ എഴുതുന്നത്, സോ V/4 എന്ന് വരും. ഓക്കെ, V/R V/4 ഇതിൻ്റെ എഴുതി. ഇനി നെക്സ്റ്റ് ഈ ബ്രാഞ്ചിൻ്റെ ബ്രാഞ്ച് വരുമ്പോഴത്തേക്ക് പ്ലസ് എന്ത് വരും? V ഇവിടെ ഇത് വോൾട്ടേജ് സോഴ്സ് ആണ്. അപ്പോൾ V ഇവിടെ നെഗറ്റീവ് നിൽക്കുന്നുണ്ട്, V- അതിൻ്റെ വാല്യൂ 10 IY ആണ്, ഡിവൈഡഡ് ബൈ V/R ദിസ് 8 വരും. ഓക്കെ, അപ്പോൾ ഈ ബ്രാഞ്ചിൻ്റെ ആയി. ഇനി ഈ ബ്രാഞ്ചിൻ്റെത് ഇത് ഹയർ പൊട്ടൻഷ്യലോടെ നിൽക്കുന്നത്, നോർമലി ഡൗൺവേർഡ്സ് ഡയറക്ഷനിലേക്ക് പോകുന്നത്, ഇത് അപ്പോർഡ് ഡയറക്ഷൻ ആയതുകൊണ്ട് -12. വെരി ഗുഡ്, -12 ഈക്വൽ ടു 0 എന്ന് കിട്ടും. നമ്മൾ ഈ നോഡിന്റെ 3 ബ്രാഞ്ചിന്റെയും ഇക്വേഷൻസ് എഴുതി. ഫസ്റ്റ് V/4, സെക്കൻഡ് V -10 IY/8, നെക്സ്റ്റ് -12 ആംപിയർ. -1 എന്ന് വെച്ചാൽ കൺവെൻഷൻ ഡൗൺവേർഡ്സ് ആണ്, ഇതിന്റെ അപ്വേർഡ്സ് വന്നിരിക്കുന്നുണ്ട്, -12 ഈക്വൽ ടു 0. ഇനി നമുക്ക് വിയുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിവിടെ V ഈക്വൽ ടു -4 IY എന്നുണ്ട്, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ എന്ത് കിട്ടും? -4 IY ഡിവൈഡ് ബൈ 4 പ്ലസ് -4 IY -10 IY ഡിവൈഡ് ബൈ 8 -12 ഈക്വൽ ടു 0 എന്ന് വരും. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് IYയുടെ വാല്യൂ IY ഈക്വൽ ടു -4.36 ആംപിയർ എന്ന് പറയും. അപ്പോൾ നമ്മളത് ഡബിൾ ഡാഷ് എന്ന് കൊടുത്തു, കാരണം ഈ 12 ആംപിയർ കറണ്ട് സോഴ്സ് മാത്രമുള്ള കേസ് ആയതുകൊണ്ട് അതിന് ഞാൻ IY ഡബിൾ ഡാഷ് എന്ന് കൊടുത്തു. അതിൻ്റെ വാല്യൂ -4.36 ആംപിയർ കിട്ടി. സെക്കൻഡ് കേസിൽ ഈ 12 ആംപിയർ കറണ്ട് സോഴ്സ് മാത്രമുള്ളതും നമ്മൾ 120 വോൾട്ടേജ് സോഴ്സ് ഉള്ളതും കൺസിഡർ ചെയ്തു. ഇനി ലാസ്റ്റ് എന്താണ്? ഈ 40 വോൾട്ട് മാത്രമുള്ള കേസ് എടുക്കണം. ദാറ്റ് ഈസ് കേസ് 3. കേസ് 3 വരുമ്പോഴത്തേക്ക് എങ്ങനെ വരും? ഇത് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യത്തുള്ളൂ. ഇപ്പോൾ ഇത് എന്താവും? കറണ്ട് സോഴ്സ് ഓപ്പൺ ആവും, ഈ വോൾട്ടേജ് സോഴ്സ് ഷോർട്ട് ആവും. അപ്പം അങ്ങനെ ഒരു സർക്യൂട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ ഷോർട്ട് ചെയ്തിരിക്കും, ഈ കറണ്ട് സോഴ്സ് കാണത്തില്ല, ബാക്കി വരുന്ന സർക്യൂട്ട് ആയിരിക്കും വരുന്നത്. ഓക്കെ, അതോടെ റീഡ്രോ ചെയ്യുകയാണ്. ഇപ്പോഴത്തേക്ക് ഇങ്ങനെ വരും. ഒരു 4 ഡിപ്പെൻഡൻറ്റ് സോഴ്സ്, അത് വോൾട്ടേജ് സോഴ്സ് നമ്മൾ ഷോർട്ട് ചെയ്യും, കറണ്ട് സോഴ്സ് നമ്മൾ ഓപ്പൺ ചെയ്യും. ലാസ്റ്റ് ഈ 40 വോൾട്ട് മാത്രമുള്ളതാണ്. 40 വോൾട്ട് എലോൺ കൺസിഡർ ചെയ്യുന്ന കേസാണ്. അപ്പോൾ ഇങ്ങനെ വരും. ഓക്കെ, ദിസ് ഈസ് 4, ദിസ് ഈസ് +-10 IY, ഇതിലേക്കൂടെ പോകുന്ന കറണ്ടാണ് IY എന്ന് പറയുന്നത്, അതാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ദിസ് ഈസ് 40 വോൾട്ട്. ഓക്കെ, ആൻഡ് ഇവിടെ ഒരു 8 ഓം ഉണ്ട്, ദിസ് ഈസ് 8 ഓം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ആദ്യം ചെയ്ത പോലത്തുള്ള ഒറ്റ മെഷായിട്ട് വന്നു. IY ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എന്താ എഴുതാം? σV ഈക്വൽ ടു σIR ഫോം എഴുതാം. അപ്പോൾ അതിൽ വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, ഇതൊരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, ഇവിടെ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, ഇങ്ങനെ ഡയറക്ഷൻ പോകുന്നത്. അപ്പോൾ ഇവിടെ എന്ത് വരും? -40 വരും.
ഓക്കെ, ഇവിടെ ഇങ്ങനല്ലേ പോകുന്നത്. അപ്പം മൈനസ് വരും, -40. ഇതിൻ്റെ കേസിലോ അവിടെ ലീവ് ചെയ്യുന്നിടത്താണ് വരുന്നത് മൈനസ്, അതിൻ്റെ വാല്യൂ ഇത് വോൾട്ടേജ് സോഴ്സ് ആണ് 10IY, ഓക്കെ, ഈക്വൽ ടു 4IY പ്ലസ് എന്ത് വരും 8IY. ഓക്കെ, സിഗ്മ വി ഈക്വൽ ടു സിഗ്മ ഐ ഇൻറ്റു ആർ. ഓക്കെ, ഇതിൽ നമുക്ക് IYയുടെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാം. IY ഈക്വൽ ടു -40 ഡിവൈഡ് ബൈ 22 എന്ന് കിട്ടും. ദാറ്റ് ഈസ് -1.818 ആംപിയർ എന്ന് കിട്ടും. എൻ്റെ വാല്യൂ -1.818 ആംപിയർ എന്ന് കിട്ടും. അപ്പോൾ അതിൻ്റെതാണെങ്കിൽ I" എന്ന് കൊടുത്തു. ഓക്കെ, I"5 എന്ന് കൊടുത്തു. ഇനി സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അനുസരിച്ച് എന്തായിരിക്കും നെറ്റ് എന്തായിരിക്കും വരുന്നത്? സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ വെച്ചിട്ട് നെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഫസ്റ്റ് I'5, അതായത് I'5 പ്ലസ് I"5 പ്ലസ് I"5 ആയിരിക്കും സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ വെച്ച് വരുന്നത്. നമ്മൾ മൂന്നും ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് -0.73 ആംപിയർ എന്ന് കിട്ടും. നെറ്റ് കറണ്ട് ത്രൂ ദിസ് 4 ohm റെസിസ്റ്റർ IY എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ 7 മാർക്സിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കണം ഏത് കാറ്റഗറി വരുന്നതെന്ന് നോക്കണം. ഇതിൻ്റെ കേസിൽ DC ആണ്, ഡിപ്പെൻഡൻറ്റ് സോഴ്സ് ആണ്. ഇപ്പം എത്ര ഇൻഡിപെൻഡൻറ്റ് സോഴ്സസ് ഉണ്ടെന്ന് നോക്കുക, അത്രയും കേസസ് വരും. ഇവിടെ 3 ഇൻഡിപെൻഡൻറ്റ് സോഴ്സ് ഉണ്ട്. അത് 3 നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്ത് അതിൻ്റെ ഓരോ വാല്യൂസും ഫൈൻഡ് ഔട്ട് ചെയ്ത് ലാസ്റ്റ് ബൈ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അത് 3 കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും നെറ്റ് കറണ്ട് IY എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് സെക്കൻഡ് ക്വസ്റ്റിനിലേക്ക് പോകാം. ഇതും 7 മാർക്സിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. മോഡൽ ക്വസ്റ്റിനകത്ത് 7 മാർക്സിനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നോർട്ടൺ ഇക്വലന്റ് ഓഫ് ദ സർക്യൂട്ട് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെയാണ് നെറ്റ്വർക്ക് തന്നിരിക്കുന്നത്. ടെർമിനൽ എയും ബിയും മാർക്ക് ചെയ്തിട്ടുണ്ട്. 10∠0 ജെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് AC സർക്യൂട്ടാണ് വരുന്നത്. AC സർക്യൂട്ട് അനാലിസിസ് വരുന്നത്. അതുപോലെ ഇൻഡിപെൻഡൻറ്റ് സോഴ്സസേ ഉള്ളൂ. ഓക്കെ, ഇൻഡിപെൻഡൻറ്റ് സോഴ്സ് ആണ്, ഇൻഡിപെൻഡൻറ്റ് സോഴ്സ് കേസ് ആണ്. ഓക്കെ, അതങ്ങ് നോട്ട് ചെയ്തോണം. ക്വസ്റ്റ്യൻ കിട്ടുമ്പോഴേ നോക്കണം. അപ്പോൾ ഇത് കപ്പാസിറ്റർ ഇൻഡക്ടർ വന്നതുകൊണ്ട് AC അനാലിസിസ് ആണ് വരുന്നത്. അതുപോലെ സോഴ്സസ് ഡയമണ്ട് ഷേപ്പ് ഒന്നുമില്ല, അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് സോഴ്സസ് ആണ് വരുന്നത്. ഇതിനെയാണെങ്കിൽ ഇതൊന്ന് നമ്മൾ ഫ്ലിപ്പ് ചെയ്ത് വരയ്ക്കുക. ഓക്കെ, ഇതിനെയാണെങ്കിൽ തിരിച്ചങ്ങ് ഈ ഫസ്റ്റ് സംഭവത്തിൽ നിന്ന് ഫ്ലിപ്പ് ചെയ്ത് വരയ്ക്കുക. അപ്പോഴത്തേക്ക് ആ സർക്യൂട്ട് കുറച്ചും കൂടെ സിമ്പിൾ ആവും. ഓക്കെ, അങ്ങനെ ഞാൻ വരയ്ക്കാൻ പോവുകയാണ്. ഇവിടെ 5 ohm മേളിൽ പോവും. ഓക്കെ, ഫ്ലിപ്പ് ചെയ്ത് 5 ohm മേളിൽ പോവും. ദിസ് ഈസ് 10∠0 ഇവിടെ ഒരു J2 വരും, അല്ലേ, J2 വരും. അപ്പോൾ ഇത് താഴെ വരും. താഴെ വന്നിട്ട് ദിസ് ഈസ് വൺ കപ്പാസിറ്റർ. -J2 4 ohm 5∠0 ഓക്കെ, അപ്പോൾ ഇത് മേളിൽ പോകുമ്പോഴത്തേക്ക് ഇതായിരിക്കും നമ്മളുടെ A എന്ന് പറയുന്നത്, അല്ലേ. ഇപ്പോൾ ഫ്ലിപ്പ് ചെയ്ത് മേളിൽ പോവുക. ദിസ് ഈസ് A, ദിസ് ഈസ് B. ഇങ്ങനെയാണ് സർക്യൂട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ഇത് 5 ohm. ഓക്കെ, എല്ലാം ആയില്ലേ. ഇത് ഫ്ലിപ്പ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് അതിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ ആവും, കറണ്ട് ഡയറക്ഷൻ തിരിഞ്ഞു വരും. ഓക്കെ, ഇതിനകത്ത് ക്വസ്റ്റിനകത്ത് ഇവിടുത്തെ കറണ്ട് ഈ ഡയറക്ഷനിലാണ് ഇരിക്കുന്നത്. അത് നോട്ട് ചെയ്തോണം. ഇതാണ് നമ്മളുടെ സർക്യൂട്ട്. ഞാൻ ഒന്നും ചെയ്തില്ല, ഇതിന് ഞാനൊന്ന് ഫ്ലിപ്പ് ചെയ്ത് വരച്ചു, തിരിച്ച് ഫ്ലിപ്പ് ചെയ്ത് വരച്ചു. ഇതിനകത്ത് നോർട്ടൺ ഇക്വലന്റ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പം ഇതിനകത്ത് ടെർമിനൽസ് വന്നിട്ടുണ്ട് എയും ബിയും ആണ്. ഓക്കെ, അപ്പം നോർട്ടൺ ഇക്വലന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് വരുന്നത്? നോർട്ടൺ ഇക്വലന്റ് ഒരു കറണ്ട് സോഴ്സ് ഇല്ലേക്ക്, ഒരു കറണ്ട് സോഴ്സ് I(n) പാരലൽ വിത്ത് R(n) ആണ് നമ്മൾ നോർട്ടൺ ഇക്വലന്റ് എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. പിന്നെ അതൊരു കറണ്ട് IN ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതുപോലെ ഒരു റെസിസ്റ്റൻസ് RN, അത് രണ്ടും പാരലായിട്ട് വരയ്ക്കണം. ദാറ്റ് ഈസ് ദ നോർട്ടൺ ഇക്വലന്റ്. നോർട്ടൺ ഇക്വലന്റ്. ഇപ്പം നോർമലി നോർട്ടൺ ഇക്വലന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ആ ടെർമിനൽസിനകത്ത് ഇപ്പം ലോഡ് റെസിസ്റ്റർ ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യും. ഇവിടെ ലോഡ് റെസിസ്റ്റർ തന്നിട്ടില്ല, ടെർമിനൽസ് A, B മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അവിടെ ഒരു ഷോർട്ട് സർക്യൂട്ട് ചെയ്യും, ഇല്ലേ. ഇതിലേക്കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആണ് നമുക്ക് I നോർട്ടൺ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് I ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. മീൻസ് IN ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അതിന് ശേഷം നമ്മൾ RN ഫൈൻഡ് ഔട്ട് ചെയ്യും. അപ്പോൾ അതിനെ രണ്ട് പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ദ നോർട്ടൺ ഇക്വലന്റ് സർക്യൂട്ട്. ഓക്കെ,
ഇതിനകത്ത് മെഷും നോഡൊക്കെ യൂസ് ചെയ്യുന്നതിനേക്കാളും ഒരു എളുപ്പ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തുള്ള സർക്യൂട്ട്സ് വരുമ്പോഴത്തേക്ക് അതിനെ തെവിനൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ആൻസർ കിട്ടും. ഓക്കെ, അതാണ് ഞാൻ ഇവിടെ അഡോപ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ്. നമുക്ക് ഇതിനകത്ത് ക്വസ്റ്റിനകത്ത് നോട്ട് ഇക്വലന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ലാസ്റ്റ് ഇങ്ങനെ ഒരു സർക്യൂട്ട് കിട്ടുന്നു, ഒരു കറണ്ട് സോഴ്സ് IN ഇൻ പാരലൽ വിത്ത് RN ഫൈൻഡ് ഔട്ട് ചെയ്യണമെന്നുള്ളൂ. നമുക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും ഇതിനകത്ത് അഡോപ്റ്റ് ചെയ്യാം. ഈ IN ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി മെഷ് ഉപയോഗിക്കാം, നോഡ് ഉപയോഗിക്കാം, ഇഷ്ടമുള്ള മെത്തേഡ് ഉപയോഗിക്കാം. പക്ഷേ ഏറ്റവും സിമ്പിൾ എന്ന് വെച്ചാൽ ഇങ്ങനത്തെ സർക്യൂട്ട് വരുമ്പോഴത്തേക്ക് അതിനെ തെവിനൈസ് ചെയ്യുകയാണെങ്കിൽ അത് ഭയങ്കര എളുപ്പമായിട്ട് പോകും. തെവിനിൻ ഇക്വലന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ 1-2 വട്ടം തെവിനൈസ് ചെയ്യുമ്പോഴത്തേക്ക് ഏതൊരു സർക്യൂട്ട് ആണെങ്കിലും അത് സിമ്പിളായിട്ട് മാറും. അല്ലെങ്കിൽ സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ അങ്ങനത്തുള്ള കുറേ ടൂൾസ് ഉണ്ട്, അത് നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കണം. അപ്പം ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഇത്രയും പോർഷൻ ഉണ്ട്, ഈ ഡോട്ടിട്ട് മാർക്ക് ചെയ്യുന്ന പോർഷൻ ഉണ്ട്. അതിനെയാണെങ്കിൽ ഈ പോർഷനെ ആണെങ്കിൽ തെവിനൈസ് ചെയ്യും. അതുപോലെ ഈ പോർഷൻ ഉണ്ടല്ലോ, ഈ അടുത്ത സംഭവം ഇതിനെ എന്ത് ചെയ്യും, തെവിനൈസ് ചെയ്യും. ഓക്കെ, സപ്പോസ് ഇതിനെ തെവിനൈസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കറിയാം തെവിനൈസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, VTHും RTH വരുന്നത് അല്ലേ. VTH ഇൻ സീരീസ് വിത്ത് RTH വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു VTH ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഞാനൊരു VTH1 എന്ന് കൊടുത്തു. അതുപോലെ ഒരു RTH കാണും, അത് RTH1 എന്ന് കൊടുത്തു. അതുപോലെ ഈ സർക്യൂട്ടിനെ തെവിനൈസ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെത് VTH2ഉം RTH2 എന്നും ഡിനോട്ട് ചെയ്തു. ഓക്കെ, നോക്കി ഇനിയിപ്പോൾ ഇത് രണ്ട് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിനെ സീരീസ് ആയിട്ട് ഇവിടെ കണക്ട് ചെയ്യാം. ഓക്കെ, അതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. ഇക്വേഷൻസ് ഒന്നും എഴുതാൻ നമുക്ക് ഡയറക്റ്റ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഈ ഇത്രയും പോർഷൻസിനെ ഇവിടെ നിന്ന് എടുത്ത് റീഡ്രോ ചെയ്യുകയാണ്. ഇത് VTH1ഉം RTH1 ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഒരു വോൾട്ടേജ് സോഴ്സ്, ഇവിടെ ഒരു റെസിസ്റ്റർ, ഇവിടെ ഇൻഡക്ടർ ആണ്, ഇൻഡക്ടർ J2, ദിസ് ഈസ് ഇൻഡക്ടർ J2, ഇങ്ങനെ വരും. and ഇത്രയും ഡോട്ടിട്ട് വച്ചിരിക്കുന്നത്. ഇവിടെ 5 ohm, ദിസ് ഈസ് 10 ആംഗിൾ 0 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഈ ഒരു സർക്യൂട്ടിന് നമുക്ക് ഒരു VTH ഇൻ സീരീസ് വിത്ത് RTH ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിവിടെ കൊണ്ടുവന്ന് റീപ്ലേസ് ചെയ്യാം. അതുപോലെ ഈ സെക്കൻഡ് സർക്യൂട്ടിനെയും നമ്മൾ VTH2 ഇൻ സീരീസ് വിത്ത് RTH2 ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ഇവിടെ കൊണ്ട് റീപ്ലേസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് VTH എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇതായിരിക്കും. ഈ വോൾട്ടേജ് ആണ് നമ്മളുടെ VTH എന്ന് പറയുന്ന വോൾട്ടേജ്, ദാറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ഹിയർ VTH1. VTH1 എങ്ങനെ, VTH1 ഫൈൻഡ് ഔട്ട് ചെയ്യണം അല്ലേ, VTH1 ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് നോക്കിക്ക് ഒറ്റ വോൾട്ടേജ് സോഴ്സേ ഉള്ളൂ, നമുക്ക് ഇതിലേക്കൂടെയുള്ള വോൾട്ടേജാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ നമുക്ക് എന്താ അപ്ലൈ ചെയ്യാം, വോൾട്ടേജ് ഡിവൈഡർ റൂൾ അപ്ലൈ ചെയ്യാം. വോൾട്ടേജ് ഡിവൈഡർ റൂൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ VTH1 RTH1 ഫൈൻഡ് ഔട്ട് ചെയ്യണം. ആ സർക്യൂട്ട് ഇവിടെ വരച്ചു. അപ്പോൾ VTH1 ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി നോക്കാൻ നേരത്ത് ആ നെറ്റ്വർക്കിനകത്ത് ഒരു വോൾട്ടേജ് സോഴ്സേ ഉള്ളൂ. സോ വി ക്യാൻ അപ്ലൈ വോൾട്ടേജ് ഡിവൈഡർ റൂൾ ടു ഫൈൻഡ് ദ വോൾട്ടേജ് ഓഫ് J2 എന്ന് പറയുന്നത്. അപ്പോൾ വോൾട്ടേജ് ഡിവൈഡർ റൂൾ എന്താ, ഈക്വൽ ടു ടോട്ടൽ വോൾട്ടേജ്, ദാറ്റ് ഈസ് 10 ആംഗിൾ 0 ഡിഗ്രി ഇൻറ്റു എന്ത് വരും, ഏതിലേക്കൂടെയുള്ള വോൾട്ടേജ് ഡ്രോപ്പ് ആണോ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഇവിടെ ഇതിലേക്കൂടെ ക്രോസ് വോൾട്ടേജ് ഡ്രോപ്പ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് J2 ഡിവൈഡഡ് ബൈ എന്ത് വരും, ടോട്ടൽ റെസിസ്റ്റർ, ദാറ്റ് ഈസ് 5 + J2, 5 + J2 എന്ന് വരും. അപ്പോൾ ഇതാണ് നമ്മളുടെ VTH1 വാല്യൂ. എളുപ്പമല്ലേ, 10 ഇൻറ്റു J2 ഡിവൈഡ് ബൈ 5 + J2 ആയിരിക്കും ദിസ് VTH1 വാല്യൂ. ദിസ് ഈസ് VTH1. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ത് കണ്ടുപിടിക്കണം, RTH1 കണ്ടുപിടിക്കണം. RTH1 ഫൈൻഡ് ഔട്ട് ചെയ്യാൻ എന്ത് ചെയ്യുന്നത്, ഇതിനകത്ത് സോഴ്സസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഡീആക്ടിവേറ്റ് ചെയ്യും. സോഴ്സസ് ഡീആക്ടിവേറ്റ് ചെയ്യും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ സോഴ്സ് ഇവിടെ ഡീആക്ടിവേറ്റ് ചെയ്യും. വോൾട്ടേജ് സോഴ്സ് ഉള്ളത് അത് നമ്മൾ എന്ത് ചെയ്യും, ഷോർട്ട് സർക്യൂട്ട് ചെയ്യും അല്ലേ, ദാറ്റ് വിൽ ബി ഷോർട്ട് സർക്യൂട്ടഡ്. അപ്പോൾ എന്ത് വരും, ഈ രണ്ട് റെസിസ്റ്റർ പാരലായിട്ട് വരും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, RTH1 ഈക്വൽ ടു 5 പാരലൽ J2 എന്ന് എഴുതും. ഓക്കെ, 5 പാരലൽ J2 എന്ന് എഴുതും. ഇതിനെ നമുക്ക് എങ്ങനെ റീപ്ലേസ് ചെയ്തു, ഒരു VTH ദിസ് വാല്യൂ ഇൻ സീരീസ് വിത്ത് RTH1 ആയിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാം. ഇനി സിമിലർലി എന്ത് ചെയ്യണം, ഈ നെറ്റ്വർക്കിനെ ഞാനിവിടെ താഴോട്ട് വരയ്ക്കുകയാണ്, ഇതിനെ ഇങ്ങോട്ട് വരയ്ക്കുകയാണ്. ഓക്കെ, ഒരു 4 ohm വരും. ദിസ് ഈസ് വോൾട്ടേജ് സോഴ്സ് 5 ആംഗിൾ 0 ഡിഗ്രി. ദിസ് ഈസ് കപ്പാസിറ്റർ. ഓക്കെ, -J2, ഇതിനെ ക്രോസ് ഉള്ളതാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ദിസ് ഈസ് VTH2. ഓക്കെ, VTH2. അപ്പോൾ ഇവിടെ എന്തെഴുതാം, ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും, ഒറ്റ വോൾട്ടേജ് സോഴ്സേ ഉള്ളൂ. സോ വി ക്യാൻ അപ്ലൈ ദിസ് വോൾട്ടേജ് ഡിവൈഡർ റൂൾ ഹിയർ ഓൾസോ ബൈ അപ്ലൈയിങ് വോൾട്ടേജ് ഡിവൈഡർ റൂൾ. വോൾട്ടേജ് ഡിവൈഡർ റൂൾ
എന്ത് വരും ടോട്ടൽ വോൾട്ടേജ് ഇവിടെ 5 ആംഗിൾ 0 ഡിഗ്രി ഇൻറ്റു ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജിൽ നമുക്ക് വി ടി എച്ച് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ദാറ്റ് ഈസ് മൈനസ് J2 അക്രോസ്. സോ ഇൻറ്റു മൈനസ് J2 ഡിവൈഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് ദാറ്റ് ഈസ് 4 മൈനസ് J2 എന്ന് വരും. ദിസ് ഈസ് VTH2. ക്ലിയർ ആയോ? VTH2 ഈക്വൽ ടു 5 ഇൻറ്റു മൈനസ് J2 ഡിവൈഡഡ് ബൈ 4 മൈനസ് J2. 2 ഇല്ല, J മാത്രമേ ഉള്ളൂ, J ഉള്ളൂ. ക്വസ്റ്റിനകത്ത് J ഉള്ളൂ. ഇവിടെ VTH2 ഈക്വൽ ടു ടോട്ടൽ വോൾട്ടേജ് 5 ആംഗിൾ 0 ഇൻറ്റു ദിസ് മൈനസ് J. ഈ മൈനസ് Jക്ക് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. മൈനസ് J ഡിവൈഡ് ബൈ ടോട്ടൽ ദാറ്റ് ഈസ് 4 മൈനസ് J എന്ന് വരും. VTH2 കിട്ടി. ഇനി എന്ത് കണ്ടുകൊണ്ടിരിക്കണം? നമ്മളിവിടെ VTH2 ഫൈൻഡ് ഔട്ട് ചെയ്തു, RTH1 ഫൈൻഡ് ഔട്ട് ചെയ്ത്, VTH2 ഫൈൻഡ് ഔട്ട് ചെയ്ത്. ഇനി എന്ത് ചെയ്യണം? R2H എന്ത് ചെയ്യും? അതായത് തെവനിൻ ഇക്വലന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അവിടെ വോൾട്ടേജ് സോഴ്സിന് ഡീആക്ടിവേറ്റ് ചെയ്യും, അല്ലേ? വോൾട്ടേജ് സോഴ്സിന് ഡീആക്ടിവേറ്റ് ചെയ്യും. ഈ വോൾട്ടേജ് സോഴ്സ് പോകും. അപ്പോൾ അതിന് വേറെ എന്ത് ചെയ്യും? നമ്മളിത് ഷോർട്ട് സർക്യൂട്ട് കൊണ്ട് വരയ്ക്കും. ഷോർട്ട് സർക്യൂട്ട് ആവും. അപ്പോൾ ഇവിടെ RTH2 എന്ന് വെച്ചാൽ എന്ത് വരും? ഇത് രണ്ടും പാരലായിട്ട് വരത്തില്ലേ? അപ്പോൾ എന്ത് വരും? 4 പാരലൽ മൈനസ് എന്ന് വരും. ഓക്കെ, 4 പാരലൽ മൈനസ് എന്ന് വരും. നമുക്ക് ഇതിനകത്തുള്ള 4 പാരാമീറ്റേഴ്സ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് അതിന് ഇവിടെ റീപ്ലേസ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ റീപ്ലേസ് ചെയ്യുമ്പോഴത്തേക്ക് ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ ഒരു വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് റെസിസ്റ്റർ ആയിരുന്നു. ആ വോൾട്ടേജ് സോഴ്സിന്റെ വാല്യൂ 20J/5 പ്ലസ് J2 ആയിരുന്നു. എന്നാണ് ഈ വാല്യൂ കണ്ടു. ഇപ്പോൾ 20J ആവും. 10 ഇൻറ്റു J2 എന്ന് വെച്ചാൽ 20J ഡിവൈഡ് ബൈ 5 പ്ലസ് J2 സീരീസ് വിത്ത് റെസിസ്റ്റർ 5 പാരലൽ J2 ആയിരുന്നു. ഇവിടെ ടെർമിനൽ A, ദിസ് ഈസ് B. നെക്സ്റ്റ് ഇതിന്റെ വരുമ്പോഴത്തേക്ക് ദിസ് VTH2 ഇൻ സീരീസ് വിത്ത് RTH2 വരും. അതിവിടെ മാർക്ക് ചെയ്യാണ്. RTH2 എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 പാരലൽ മൈനസ് J ആയിരുന്നു. അതുപോലെ VTH2 എന്ന് വെച്ച് കഴിഞ്ഞാൽ VTH2ന്റെ വാല്യൂ ദിസ് വാല്യൂ ദാറ്റ് ഈസ് മൈനസ് 5J ഡിവൈഡഡ് ബൈ 4 മൈനസ് J. ഇങ്ങനെയാണ് നമ്മളുടെ ആ സർക്യൂട്ട് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട ഈ കറണ്ട് IN ആണ്. ഓക്കെ, ഒറ്റ മെഷേ ഉള്ളൂ. അപ്പോൾ IN എന്ന് വെച്ചാൽ എന്ത് വരും? IN ഈക്വൽ ടു ടോട്ടൽ വോൾട്ടേജ് V/R. ടോട്ടൽ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. ടോട്ടൽ വോൾട്ടേജ് എന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, ഈ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്. ഇവിടെ പ്ലസ് മൈനസ് ഇവിടെയും വരുമ്പോഴത്തേക്ക് പ്ലസ് മൈനസ് ആണ് വരുന്നത്. പ്ലസ് മൈനസ്. ഓക്കെ, അപ്പം ദിസ് ഈസ് ഈക്വൽ ടു വോൾട്ടേജിന്റെ വാല്യൂ എഴുതുവാണ്. ഇപ്പം എന്ത് വരും? 20J ഡിവൈഡ് ബൈ 5 മൈനസ് J2. ഇവിടെ മൈനസ് വരും, ഇല്ലേ? ഇവിടെ ഇങ്ങനെ വരും. ഈ ഡയറക്ഷനിലാണ് പോകുന്നത്. ഇവിടെ പ്ലസ്, ഇവിടെ മൈനസ് വരും. മൈനസ്, ഇവിടെ മൈനസ് ഉണ്ട്. അപ്പം എന്ത് വരും? പ്ലസ് 5J ഡിവൈഡ് ബൈ 4 മൈനസ് J എന്ന് വരും. ഓക്കെ, അപ്പോൾ ടോട്ടൽ വോൾട്ടേജ് ആയി ഡിവൈഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് ആണ്. ടോട്ടൽ റെസിസ്റ്റൻസ് വെച്ച് കഴിഞ്ഞാൽ ഇതേ സീരീസ് വിത്ത് ദിസ് 5 പാരലൽ J2 ഇൻ സീരീസ് വിത്ത് 4 പാരലൽ മൈനസ് J. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. വി വിൽ ഗെറ്റ് ഇറ്റ് ആസ് 3.15 പ്ലസ് 2.36 J എന്ന് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്? നമുക്ക് IN-ന്റെ വാല്യൂ കിട്ടി. ഇനി എന്ത് കണ്ടുപിടിക്കണം? ഇതിനകത്ത് RN-ന്റെ വാല്യൂ കണ്ടുപിടിക്കണം, ഇല്ലേ? വെച്ചാൽ എന്ത് വരും? ഈ സോഴ്സസ് ഉണ്ടെങ്കിൽ സോഴ്സസിനെ ഡീആക്ടിവേറ്റ് ചെയ്തിട്ട് ഇക്വലന്റ് ഇമ്പിഡൻസ് ആണ് RN എന്ന് പറയുന്നത്. അപ്പോൾ ഈ വോൾട്ടേജ് സോഴ്സ് നമ്മൾ ഡീആക്ടിവേറ്റ് ചെയ്യും, ഷോർട്ട് സർക്യൂട്ട് ചെയ്യും. അപ്പോഴത്തേക്ക് ഈ ഒരു റെസിസ്റ്റർ കാണും, ദാറ്റ് ഈസ് 5 പാരലൽ J2. നെക്സ്റ്റ് എന്ത് വരും? ഇവിടെ റെസിസ്റ്റർ കാണും, ദാറ്റ് ഈസ് 4 പാരലൽ മൈനസ് J. ഈ വോൾട്ടേജ് സോഴ്സിന് ഷോർട്ട് സർക്യൂട്ട് ചെയ്യും. ഇങ്ങനെ വരും. ഇതാണ് അതിൻ്റെ ഇക്വലന്റ് എന്ത് വരുന്നത്? RN വരുന്നത്. RN ഈക്വൽ ടു എന്ത് വരും? ദിസ് രണ്ടും കൂടെ സീരീസ് ആയിട്ട് വരും. ദാറ്റ് ഈസ് 5 പാരലൽ J2 പ്ലസ് 4 പാരലൽ മൈനസ് J എന്ന് വരും. ഓക്കെ, ഇതാണ് അതിൻ്റെ കറസ്പോണ്ടിങ് IN വാല്യൂ. ദിസ് ഈസ് IN വാല്യൂ ആൻഡ് ദിസ് ഈസ് RN വാല്യൂ. അപ്പോൾ നമ്മൾ ഫൈനലി എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ആ നെറ്റ്വർക്ക് വരയ്ക്കണം. ഇക്വലന്റ് നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഇക്വലന്റ് നെറ്റ്വർക്ക് വരയ്ക്കണം. നമുക്ക് ചോദിച്ചിരിക്കുന്നത് നോർട്ടൺ ഇക്വലന്റ് ആണ്. അപ്പം IN-ഉം RN-ഉം ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് IN ഇൻ പാരലൽ വിത്ത് RN മാർക്ക് ചെയ്യണം. IN
ഇൻ പാരലൽ വിത്ത് RN അതിൻ്റെ വാല്യൂസും ഇവിടെ മാർക്ക് ചെയ്യണം. അപ്പോൾ ഇതാണ് ഇതും കൂടെ എഴുതിയെങ്കിൽ നമുക്ക് ഫുൾ മാർക്ക് കിട്ടത്തുള്ളൂ. വാല്യൂ കണ്ടുപിടിച്ചാൽ മാത്രം പോരാ, ഇക്വലന്റ് സർക്യൂട്ട് വരയ്ക്കണം. ദിസ് ഈസ് നോർട്ടൺ ഇക്വലന്റ് സർക്യൂട്ട്. നമ്മളിവിടെ ചെയ്തത് തന്നിരിക്കുന്ന സർക്യൂട്ട് നമ്മളൊന്ന് ഫ്ലിപ്പ് ചെയ്തു, അപ്പോഴത്തേക്ക് കറണ്ടിൻ്റെ ഡയറക്ഷൻ മാറിയിട്ടുണ്ട്. അതിനുശേഷം IN വാല്യൂ RN വാല്യൂ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. നോർട്ടൺ ഈക്വലന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ IN-ന്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം, അതുപോലെ RN-ന്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം. രണ്ടും കൂടെ പാരലായിട്ട് കണക്ട് ചെയ്യണം. IN കറണ്ട് സോഴ്സ് ഇൻ പാരലൽ വിത്ത് RN ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിനകത്ത് ടെർമിനൽ തന്നിട്ടുണ്ട്, എയും ബിയും തന്നിട്ടുണ്ട്. അപ്പോൾ ലോഡ് റെസിസ്റ്റർ ഇല്ല. അപ്പോൾ ടെർമിനൽ എ ബിക്ക് അക്രോസ് ഉള്ള ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ആണ് IN എന്ന് പറയുന്നത്. അത് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു. അതിനുശേഷം ഏറ്റവും എളുപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പോർഷനെ നമ്മൾ എന്ത് ചെയ്തു, അതിൻ്റെ ഇക്വലന്റ് തെവെനിൻ ഇക്വലന്റ് ഫൈൻഡ് ഔട്ട് ചെയ്ത് VTH-ഉം RTH-ഉം ദാറ്റ് ഈസ് VTH1-ഉം RTH1-ഉം ഫൈൻഡ് ഔട്ട് ചെയ്തു. അതുപോലെ ഈ പോർഷനെ നമ്മൾ എന്ത് ചെയ്തു, തെവെനൈസ് ചെയ്ത് VTH2 RTH2 ഫൈൻഡ് ഔട്ട് ചെയ്ത് എന്നിട്ട് അതിനെ എന്തായിട്ട് മാർക്ക് ചെയ്ത് ഒരു വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് റെസിസ്റ്റർ, ഇതിനെയും ഒരു ദാറ്റ് വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് റെസിസ്റ്റർ മാർക്ക് ചെയ്തു. നമുക്ക് ഇങ്ങനെ ഒരു സിമ്പിൾ ആയിട്ടുള്ള സർക്യൂട്ട് കിട്ടി. അതിനകത്ത് നമുക്ക് IN എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ വോൾട്ടേജ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് V/R ഫൈൻഡ് ഔട്ട് ചെയ്യാം. V/R ഫൈൻഡ് ഔട്ട് ചെയ്തു. അപ്പോൾ IN വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി നെക്സ്റ്റ് RN കിട്ടണം. RN എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഴ്സസ് ഉണ്ടെങ്കിൽ ഡീആക്ടിവേറ്റ് ചെയ്യുക. കാരണം ഇത് ഒരു ഇൻഡിപെൻഡന്റ് സോഴ്സ് കേസ് ആയതുകൊണ്ട് സോഴ്സസ് ഡീആക്ടിവേറ്റ് ചെയ്യുക. ഇവിടെ രണ്ട് സോഴ്സസ് ഉണ്ട്, രണ്ട് വോൾട്ടേജ് സോഴ്സ് ഉണ്ട്. ആ രണ്ട് നമ്മൾ ഡീആക്ടിവേറ്റ് ചെയ്ത് ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് ഇക്വലന്റ് റെസിസ്റ്റൻസ് ആണ് RN എന്ന് പറയുന്നത്. അത് ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ സീരീസ് കോമ്പിനേഷൻ ആയിട്ട് വരും. ഫൈനലി ഇക്വലന്റ് സർക്യൂട്ട് ഈക്വൽ ടു ദിസ് IN വാല്യൂ ഇൻ പാരലൽ വിത്ത് RN വാല്യൂ. ഓക്കെ, ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. 7 മാർക്സിന് ചോദിച്ചതാണ്. We move on to the third question. When the maximum power delivered to the circuit, ഇതാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് 14 മാർക്സിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 14 മാർക്സിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ മോഡ്യൂളിൽ നമ്മൾ തെവെനിൻ തിയറം പഠിക്കുകയാണെങ്കിൽ എല്ലായിടും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മളിപ്പം ഇവിടെ നോർട്ടൺ ചോദിച്ചപ്പോഴും നമ്മൾ തെവെനിൻ ഇക്വലന്റ് അപ്ലൈ ചെയ്തു. അതുപോലെ നമുക്കറിയാം മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറത്തിലും മെയിനായിട്ട് വരുന്നത് എന്താണ്, ഒരു 90% തെവെനിൻ ഇക്വലന്റ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പം തെവെനിൻ സർക്യൂട്ട് പഠിക്കുകയാണെങ്കിൽ എന്തായാലും അതിൽ നിന്ന് ഒരു 100% നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതില്ലാത്തൊരു ക്വസ്റ്റ്യൻ കാണില്ല. കാരണം ആ മോഡ്യൂളിൽ നിന്ന് മൊത്തം നമുക്ക് 5 തിയറംസേ പഠിക്കാവുള്ളൂ. അപ്പോൾ അവിടെ എല്ലാം നമുക്ക് തെവെനിൻ ഇക്വലന്റ് സർക്യൂട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം നന്നായിട്ട് പഠിക്കുക. ഇവിടെ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറമാണ് ചോദിച്ചിരിക്കുന്നത്. സർക്യൂട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കേസിലും നമുക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തെവെനൈസ് ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം. അപ്പോൾ അത് ഞാൻ അപ്ലൈ ചെയ്യാണ്. അതല്ലാതെ ഇപ്പം നമുക്ക് ഈ 3 മെഷ് ഉണ്ട്, മെഷ് ഇക്വേഷൻസ് ഒക്കെ എഴുതി വരുമ്പോഴത്തേക്ക് ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആവും. അതുപോലെ ഇത് AC സർക്യൂട്ടാണ്. സർക്യൂട്ട് വരുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ പോളാർ റെക്ടാങ്കുലർ കൺവേർഷൻസ് കാര്യങ്ങളൊക്കെ വരും. അതുപോലെ ഇത് ഇൻഡിപെൻഡൻറ്റ് സോഴ്സ് കേസാണ്, ഡിപ്പെൻഡൻ്റ് അല്ല, ഇൻഡിപെൻഡൻറ്റ് സോഴ്സ് കേസാണ്. അതുപോലെ AC സർക്യൂട്ടാണ്. അപ്പോൾ നോർമലി മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറത്തിന് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത്. അതായത് ഇൻഡിപെൻഡൻറ്റ് സോഴ്സസ് ആയിരിക്കും, അതുപോലെ AC സർക്യൂട്ടും ആയിരിക്കും. ഓക്കെ, ഇതിൻ്റെ സൊല്യൂഷൻസിലേക്ക് പോവാം. ഫസ്റ്റ് എന്ത് ചെയ്യാം, ഇത്രയും പോർഷനെ അങ്ങ് തെവെനൈസ് ചെയ്യുകയാണ്. ഓക്കെ, അതിൻ്റെ ഈ ഡോട്ടഡ് ഇടുന്ന പോർഷൻ അതാണ് ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത്. തെവെനൈസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് സുഖമായിട്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനെ ഞാൻ ഇവിടെ ഒന്ന് റീഡ്രോ ചെയ്യുകയാണ്. ഇത്രയും പോർഷൻ ഇവിടെ റീഡ്രോ ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ കറണ്ട് സോഴ്സ് ഉണ്ട് 5∠0°. ദിസ് ഈസ് 1 റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ. ഓക്കെ, ഇത്രയും എടുത്തു. ഈ ഡോട്ട് ഇട്ടേക്കുന്ന ഇത്രയും എടുത്തു. അപ്പോൾ ഇതിൻ്റെ വാല്യൂസ് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യാം. ദിസ് ഈസ് 10 ohm, ദിസ് ഈസ് J15 ohm മൈനസ് J10. ഓക്കെ, ഇത് കറണ്ട് സോഴ്സ് ആണ്. ഇതിന് നമ്മൾ തെവെനിൻ ഇക്വലന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാണ്. ദാറ്റ് ഈസ് VTH1-ഉം RTH1-ഉം നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ VTH1 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഇത് ഓപ്പൺ സർക്യൂട്ട് വരുന്നത് ഈ വോൾട്ടേജ് ആണ് VTH1 എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ആണ്. ഓക്കെ, VTH1 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ VTH1 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലെ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് 5, ഇത് കറണ്ട് ആണ്, കറണ്ട് സോഴ്സ് ആണ് വന്നിരിക്കുന്നത്. സോ we can write VTH1 equal to this into R. This is 50∠0 into R, that is minus J10, which is equal to minus 500J എന്ന് കിട്ടും. നമ്മളുടെ VTH വാല്യൂ എളുപ്പം കിട്ടി. ഓക്കെ, ഇവിടെ ഇത് കറണ്ട് സോഴ്സ് ആണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ VTH എന്ന് വെച്ചാൽ I into R, I equal to 50 into R equal to minus J10.
ഇനി നെക്സ്റ്റ് എന്താ കണ്ടുപിടിക്കേണ്ടത്? RTH1 ഫൈൻഡ് ഔട്ട് ചെയ്യണം. RTH1 ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ സർക്യൂട്ട് ഉണ്ടെങ്കിൽ അതിന്റെ സോഴ്സസിനെ നമ്മൾ ഡീആക്ടിവേറ്റ് ചെയ്യും, ഇല്ലേ? സോഴ്സസിനെ ഡീആക്ടിവേറ്റ് ചെയ്യും. സോഴ്സസിന്റെ കറണ്ട് സോഴ്സ് ഉണ്ട്, കറണ്ട് സോഴ്സിനെ ഡീആക്ടിവേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിന് നമ്മൾ ഓപ്പൺ ആക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ കറണ്ട് സോഴ്സ് നമ്മൾ ഓപ്പൺ ആക്കുമ്പോഴത്തേക്ക് അതിന്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ് ആണ് RTH1 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇത് ഓപ്പൺ ആയി, ഇതിലേക്കൂടെ ഇതിന് എഫക്റ്റ് വരത്തില്ല. അപ്പോൾ ഇൻ എഫക്റ്റ് എന്തേ വരത്തുള്ളൂ? -J10 ആയിരിക്കും RTH1 എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ VTH1 ഫൈൻഡ് ഔട്ട് ചെയ്തു, RTH1 ഫൈൻഡ് ഔട്ട് ചെയ്തു. മനസ്സിലായില്ലേ? ഇത്രയും പോർഷൻസ് നമ്മൾ ഇപ്പുറത്തോട്ട് മാറ്റി വരച്ചു. അതിനുശേഷം ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ I×R കിട്ടി. നെക്സ്റ്റ് RTH1 കിട്ടാൻ വേണ്ടി കറണ്ട് സോഴ്സസ് ഉണ്ടെങ്കിൽ ഡീആക്ടിവേറ്റ് ചെയ്യണം. കറണ്ട് സോഴ്സ് ഉണ്ട്, നമ്മൾ ഓപ്പൺ സർക്യൂട്ട് ചെയ്ത്, അപ്പോൾ ഇൻ എഫക്റ്റ് -J10 മാത്രം വന്നു. ഇനി നെക്സ്റ്റ് ഇതിപ്പം ഇവിടെ റീപ്ലേസ് ചെയ്തൂടെ? ഇവിടെ റീപ്ലേസ് ചെയ്യാമല്ലോ. അതായത് ദിസ് വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് ദിസ് റെസിസ്റ്റർ ആയിട്ട് നമുക്ക് ഇവിടെ റീപ്ലേസ് ചെയ്യാം. ഞാനിവിടെ റീപ്ലേസ് ചെയ്യാണ്. ഇത്രയും പോർഷൻസ് മാറ്റുവാണ് ഈ ഡോട്ട് ഇട്ടേക്കുന്നത്. ഇത്രതിന് പകരം നമുക്ക് എന്തെഴുതാൻ പറ്റും പറഞ്ഞേ? ഈ വോൾട്ടേജ് സോഴ്സ് അല്ലേ, വോൾട്ടേജ് സോഴ്സിന്റെ വാല്യൂ -500J ഇൻ സീരീസ് വിത്ത് റെസിസ്റ്റർ. അത് തെവനൈസാണ് ചെയ്തത്. അപ്പോൾ എന്തുവരും? റെസിസ്റ്റർ ഇൻ സീരീസ് വിത്ത് റെസിസ്റ്റർ വരുന്നത്. റെസിസ്റ്ററിന്റെ വാല്യൂ ഇവിടെ എഴുതുവാണ്. ഇതിനകത്ത് വാല്യൂ വന്നിരിക്കുന്നത് -J10 ആണ് അല്ലേ, -J10 ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയായി അതിൻ്റെ സർക്യൂട്ട് വരുന്നത്. ഓക്കെ, ഇപ്പം ഇങ്ങനെയായി അതിൻ്റെ സർക്യൂട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യണം? പവർ ട്രാൻസ്ഫർ തിയറം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് തന്നിരിക്കുന്ന നെറ്റ്വർക്കിന് തെവെനിൻ ഇക്വലന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാന്നുള്ളതാണ് നമ്മളുടെ എയിം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലോഡ് റെസിസ്റ്റർ നമ്മൾ റിമൂവ് ചെയ്തിട്ട് അതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് എന്ന് പറയുന്നത് VTH എന്ന് പറയുന്നത് അല്ലേ. ദിസ് ഈസ് അവർ VTH. ഓക്കെ, സർക്യൂട്ട് ഇങ്ങനെയായി. ഇവിടുത്തെ VTH കൂടെ ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി. അപ്പോൾ നോക്കാൻ നേരത്ത് ഒറ്റ സോഴ്സേ ഉള്ളൂ അല്ലേ, ഒറ്റ വോൾട്ടേജ് സോഴ്സേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാൻ പറ്റും? വി ക്യാൻ അപ്ലൈ വോൾട്ടേജ് ഡിവൈഡർ റൂൾ. വോൾട്ടേജ് ഡിവൈഡർ റൂൾ അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് ഹിയർ VTH, ദാറ്റ് ഈസ് VTH ഈക്വൽ ടു ടോട്ടൽ വോൾട്ടേജ് -500J ഇൻറ്റു ഇതിലേക്കൂടെയുള്ള എല്ലാം ഡ്രോപ്പ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ദാറ്റ് റെസിസ്റ്റർ 3 + J4 ഡിവൈഡ് ബൈ ടോട്ടൽ റെസിസ്റ്റർ. ദാറ്റ് ഈസ് ടോട്ടൽ റെസിസ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനെല്ലാം കൂടി സം വരും. ദാറ്റ് ഈസ് -J10 + 5 -J6 + 3 + J4 വരും. അത് സിംപ്ലിഫൈ ചെയ്ത് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ 8 - J12 എന്ന് കിട്ടും. ആ സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ വാല്യൂ 173.34 ആംഗിൾ 19.44 ഡിഗ്രി വോൾട്ട് എന്ന് കിട്ടും. അതാണ് നമ്മൾ ഇതിന്റെ ഇക്വലന്റ് VTH എന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം ഫൈൻഡ് ഔട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടോട്ടൽ സർക്യൂട്ടിന്റെ VTH ഇൻ വിത്ത് RTH ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. നമ്മൾ അതിന്റെ VTH ഫൈൻഡ് ഔട്ട് ചെയ്ത് ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യണം? RTH ഫൈൻഡ് ഔട്ട് ചെയ്യണം. RTH ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സർക്യൂട്ടിന്റെ സോഴ്സസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഡീആക്ടിവേറ്റ് ചെയ്യണം. അപ്പം അതിനകത്ത് ഒരു വോൾട്ടേജ് സോഴ്സേ ഉള്ളൂ. ആ വോൾട്ടേജ് സോഴ്സ് നമ്മൾ ഡീആക്ടിവേറ്റ് ചെയ്യാണ്. വോൾട്ടേജ് സോഴ്സിനെ ഡീആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? അതിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യണം. ഓക്കെ, നമ്മളിവിടെ ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് ആ കിട്ടുന്ന ഇക്വലന്റ് റെസിസ്റ്റൻസ് ആണ് നമ്മൾ RTH എന്ന് പറയുന്നത്. ഇക്വലന്റ് സർക്യൂട്ടിന്റെ RTH. അപ്പം ഇതിനകത്ത് റെസിസ്റ്റീവ് നെറ്റ്വർക്ക് മാത്രമേ വന്നിട്ടുള്ളൂ. ഇതെല്ലാം സീരീസ് ആണ്, ഇതും സീരീസ് ആണ്. അത് തമ്മിൽ പാരലായിട്ട് വരും. ഓക്കെ, സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുന്നത് 3 + J4J പാരലൽ 5 - 16J എന്ന് കിട്ടും. ഓക്കെ, സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് 4.52 + 1.382J എന്ന് കിട്ടും. നമുക്ക് VTH വാല്യൂ കിട്ടി, RTH വാല്യൂ കിട്ടി. ഓക്കെ, അതിൻ്റെ ഇക്വലന്റ് സർക്യൂട്ട് വരയ്ക്കണം. ഇക്വലന്റ് സർക്യൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് RTH വരും. ഓക്കെ, VTH ഇൻ സീരീസ് വിത്ത് RTH വരും. എന്നിട്ട് ഇവിടെ AC സർക്യൂട്ട് ആയതുകൊണ്ട് നമ്മളുടെ റെസിസ്റ്റൻസ് എന്നുള്ളത് പറയുന്നത് കോഞ്ചുഗേറ്റ് ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ RL എന്ന് വെച്ച് കഴിഞ്ഞാൽ RL ഈക്വൽ ടു RTH കോഞ്ചുഗേറ്റ് എന്ന് വരും. കാരണം അത് AC സർക്യൂട്ടാണ്. AC സർക്യൂട്ട് ആയതുകൊണ്ട് RLന്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. RLന്റെ വാല്യൂ എന്താണ് വന്നിരിക്കുന്നത്? ദിസ് 4.52 + 1.382J ആണ്. അപ്പോൾ അതിനകത്ത് ഇവിടെ മാർക്ക് ചെയ്യേണ്ടത് കോഞ്ചുഗേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഈസ് ഈക്വൽ ടു 4.52 -
1.382 J വരും. ഇവിടെ RTHന്റെ വാല്യൂ 4.52 പ്ലസ് 1.382 J എന്ന് വരും. ഇവിടെ മൈനസ് വരും. അതാണ് കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് എന്ന് പറയുന്നത്. AC സർക്യൂട്ട് വരുമ്പോഴത്തേക്ക് കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് എടുക്കേണ്ടത്. കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് ആണ് എടുക്കേണ്ടത്. ഓക്കെ, ഇനിയും നമുക്ക് എന്ത് കണ്ടിരിക്കണം? ഇത് ഇക്വലന്റ് തെവനിൻ സർക്യൂട്ടായി. തെവനിൻ സർക്യൂട്ട്. ഇനി മാക്സിമം പവർ ട്രാൻസ്ഫർ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ അതിന് ഇക്വേഷൻ ഉണ്ട്. Pmax ഈക്വൽ ടു മോഡ് VTH സ്ക്വയർ ഡിവൈഡ് ബൈ 4 ഇൻറ്റു RTH എന്നാണ് അതിൻ്റെ ഇക്വേഷൻ വരുന്നത്. ഓക്കെ, നമ്മൾ ഇതൊക്കെ ഡിസ്കസ് ചെയ്തതാണ് ക്ലാസ്സിൽ. അപ്പോൾ അതിനകത്ത് ഈ VTHന്റെ വാല്യൂ എടുക്കേണ്ടത് എപ്പോഴും ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഈ പാർട്ടായിട്ട് എടുക്കേണ്ടത്. ഓക്കെ, VTHന്റെ വാല്യൂ എടുക്കേണ്ടത് മാഗ്നിറ്റ്യൂഡ് പാർട്ടാണ്. ദാറ്റ് ഈസ് 173.34 the whole square divided by 4 into RTH എന്ന് പറയുന്നത് നമുക്ക് എടുക്കേണ്ടത് എന്തായിരിക്കും? ഇതിൻ്റെ ഈ റിയൽ പാർട്ടാണ്. കാരണം ഇത് എടുക്കുമ്പോഴത്തേക്ക് ഇവിടെ ആണെങ്കിൽ 4+5 പ്ലസ് ഉണ്ട്, ഇവിടെ മൈനസ് ഉണ്ട്. അപ്പോൾ ആ ടേം കോംപ്ലക്സ് ടേം എന്താവും? ക്യാൻസൽ ചെയ്ത് പോകും അല്ലേ? മാക്സിമം പവർ വിൽ ബി ട്രാൻസ്ഫേർഡ് വെൻ സോഴ്സ് റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു ലോഡ് റെസിസ്റ്റൻസ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കേസിൽ ലോഡ് റെസിസ്റ്റൻസും സോഴ്സ് റെസിസ്റ്റൻസും കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതിനകത്ത് കോംപ്ലക്സ് ടേം ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ അതിനകത്ത് റിയൽ ടേം മാത്രം എടുത്താൽ മതി. ദാറ്റ് ഈസ് 4.52 എടുത്താൽ മതി. അതിൻ്റെ വാല്യൂ 1661.87 വാട്ട് എന്ന് കിട്ടും. ഇതാണ് 40 മാർക്സിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ആ ഒരു തെവനൈസ് ചെയ്തുകൊണ്ടാണ് ഇത്ര സിമ്പിളായിട്ട് വന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറയാം. തന്നിരിക്കുന്ന സർക്യൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഒരു പോർഷൻ നമ്മൾ തെവനൈസ് ചെയ്ത് അതിൻ്റെ ഇക്വലന്റ് VTH1ഉം RTHനും ഫൈൻഡ് ഔട്ട് ചെയ്ത് അതവിടെ റീപ്ലേസ് ചെയ്തു. അതിനുശേഷം നമ്മളുടെ മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നിരിക്കുന്ന നെറ്റ്വർക്കിൻ്റെ ഇക്വലന്റ് തെവനിൻ സർക്യൂട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് VTHും RTHും ഫൈൻഡ് ഔട്ട് ചെയ്യണം. രണ്ടും കൂടെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മളത് സിംപ്ലിഫൈ ചെയ്ത് ഇത് രണ്ട് ഫൈൻഡ് ഔട്ട് ചെയ്ത് അതിവിടെ റീപ്ലേസ് ചെയ്ത് VTHന്റെ വാല്യൂ വോൾട്ടേജ് ഡിവൈഡർ റൂൾ വെച്ച് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് നെക്സ്റ്റ് RTH കിട്ടാൻ വേണ്ടി സോഴ്സസ് നമ്മൾ ഡീആക്ടിവേറ്റ് ചെയ്ത് അതിൻ്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ് ഫൈൻഡ് ഔട്ട് ചെയ്ത്. ഓക്കെ, അത് വെച്ചിട്ട് നമ്മൾ തെവനിൻ ഇക്വലന്റ് സർക്യൂട്ട് നമ്മൾ ഡ്രോ ചെയ്തത്. ദിസ് ഈസ് VTH, ദിസ് ഈസ് RTH. AC സർക്യൂട്ട് ആകുമ്പോഴത്തേക്ക് ഇവിടെ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് എടുക്കണം, മറന്നു പോകരുത്. അതുപോലെ മാക്സിമം പവർ ട്രാൻസ്ഫറിൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് VTH എടുക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് പാർട്ട് എടുക്കത്തുള്ളൂ. അതിൻ്റെ RTHന്റെ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റിയൽ പാർട്ട് എടുക്കത്തുള്ളൂ, കോംപ്ലക്സ് പാർട്ട് എടുക്കത്തില്ല. അപ്പോൾ ഇതിനകത്ത് എപ്പോഴും VTH എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ M∠φ ഇട്ടേക്കണം. അതുപോലെ RTH വരുമ്പോഴത്തേക്ക് അതിൻ്റെ X+JY ഫോമിൽ ആക്കിയിരിക്കണം. അതിൽ എക്സ് ടേം എടുക്കത്തുള്ളൂ, റിയൽ ടേം എടുക്കത്തുള്ളൂ. മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യുന്ന റെസിസ്റ്റർ കൂടെ ആണ്. അതുപോലെ രണ്ടും അവിടെ കോംപ്ലക്സ് ടേം രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. ഇതായിരുന്നു 3 ക്വസ്റ്റ്യൻസ് SA പാർട്ട് വന്നത്. നെക്സ്റ്റ് നമുക്ക് മോഡൽ ക്വസ്റ്റ്യനിൽ പാർട്ട് എയിലെ 2 ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. KTU മോഡൽ ക്വസ്റ്റ്യനിൽ പാർട്ട് എയിലെ 2 ക്വസ്റ്റ്യൻസ് 3 മാർക്സ് ക്വസ്റ്റ്യൻസ് ആണ്. എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ദ നോർട്ടൺ ഇക്വലന്റ് ഓഫ് ദ ഫോളോയിങ് സർക്യൂട്ട്. ഒരു നെറ്റ്വർക്ക് തന്നിട്ടുണ്ട്, ഇതിൻ്റെ നോർട്ടൺ ഇക്വലന്റ് ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. നോക്കണം ഏത് കാറ്റഗറിയാണെന്ന് നോക്കണം. അപ്പോൾ ഇതിൻ്റെ കേസിൽ റെസിസ്റ്റർ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് DC ആണ്. അത് കഴിഞ്ഞിട്ട് സോഴ്സസ് നോക്കാൻ നേരത്ത് സോഴ്സസ് എന്താണ്? ഇത് ഡിപ്പെൻഡൻറ്റ് സോഴ്സ് ആണ്. ഡിപ്പെൻഡൻറ്റ് സോഴ്സ്. അത് മാത്രമല്ല ഇവിടെ ഡിപ്പെൻഡൻറ്റ് സോഴ്സ് എലോൺ ആണ് വന്നിരിക്കുന്നത് അല്ലേ? ഡിപ്പെൻഡൻറ്റ് സോഴ്സ് മാത്രമേ ഉള്ളൂ. അതുപോലെ കറണ്ട് ഡിപ്പെൻഡൻറ്റ് കറണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ദിസ് ഇസ് എ ഡിപ്പെൻഡൻറ്റ് വോൾട്ടേജ് സോഴ്സ് ആണ്. പ്ലസ് മൈനസ് ഒന്നുകൊണ്ട് ദിസ് ഇസ് എ ഡിപ്പെൻഡൻറ്റ് വോൾട്ടേജ് സോഴ്സ് ആണ്. ഇപ്പോൾ ഡിപ്പെൻഡൻറ്റ് സോഴ്സ് എലോൺ വരുന്ന കേസാണ്. അപ്പോൾ അത് കുറച്ച് ഡിഫറെൻ്റ് ആണ് അതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കേസിൽ ഇൻഡിപെൻഡൻറ്റ് സോഴ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ കറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? I എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 ആയിരിക്കും. ഓക്കെ, നമുക്കിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഒരു കറണ്ട് സോഴ്സ്. ഓക്കെ, കറണ്ട് സോഴ്സ് ഇൻ പാരലൽ വിത്ത് റെസിസ്റ്റർ ആണ് നമുക്ക് ചെയ്യേണ്ടത്. അതാണ് നോർട്ടൺ ഇക്വലന്റ് എന്ന് പറയുന്നത്. നോർട്ടൺ ഇക്വലന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു IN കറണ്ട് സോഴ്സ് ഇൻ പാരലൽ വിത്ത് RN ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇതിൻ്റെ കേസിൽ ഇൻഡിപെൻഡൻറ്റ് സോഴ്സസ് ഒന്നുമില്ല, ഡിപ്പെൻഡൻറ്റ് സോഴ്സസ് മാത്രമേ ഉള്ളൂ. അപ്പം ഇൻഡിപെൻഡൻറ്റ് സോഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്? സപ്ലൈ ചെയ്യുന്നത്. ഇതിൻ്റെ കേസിൽ ഇൻഡിപെൻഡൻറ്റ് സോഴ്സസ് ഇല്ല. സോ IN = 0 എന്ന് വരും. പക്ഷേ എന്ത് കാണും? ഒരു റെസിസ്റ്റൻസ് കാണും. ഓക്കെ, സം ഫൈനൈറ്റ് വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് കാണും. സം ഫൈനൈറ്റ്
വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് കാണും. അപ്പോൾ അത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ദാറ്റ് ഈസ് ആർ ഓഫ് എൻ. നോർട്ടൺ ആയതുകൊണ്ട് ആർ എൻ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പം ഇങ്ങനത്തെ ഉള്ള ഡിപ്പെൻഡൻറ്റ് സോഴ്സസ് വരുന്ന കേസ് ആണെങ്കിൽ നമുക്ക് ഇതിലേക്കുള്ള കറണ്ടാണ് നമുക്ക് ഫ്ലോ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഈ നെറ്റ്വർക്ക് ഒന്നുകൂടെ വരയ്ക്കുകയാണ്. 2i ഹിയർ റെസിസ്റ്റർ 5 ohm, 1 ohm റെസിസ്റ്റർ. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിലേക്കുള്ള കറണ്ടാണ് നമുക്ക് IN ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ IN ഇതിൻ്റെ കേസിൽ ഇൻഡിപെൻഡൻറ്റ് സോഴ്സ് ഇല്ലാത്തതുകൊണ്ട് IN നമുക്ക് 0 എന്ന് എഴുതാം. ഇനി R എന്ന് വെച്ചാൽ എന്താണ്, ഒരു ഫൈനൈറ്റ് വാല്യൂ റെസിസ്റ്റൻസ് കാണും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ടെർമിനൽ അക്രോസ് ഒരു ടെസ്റ്റ് സോഴ്സ് നമ്മൾ ടെസ്റ്റ് കറണ്ട് സോഴ്സ് നമ്മൾ ആഡ് ചെയ്യും. ഓക്കെ, ടെസ്റ്റ് സോഴ്സ് കറണ്ട് സോഴ്സ് ആഡ് ചെയ്യും. അതിൻ്റെ വാല്യൂ നമ്മൾ 1 ആംപിയർ, ടെസ്റ്റ് സോഴ്സ് ആയതുകൊണ്ട് 1 ആംപിയർ ഒരു കറണ്ട് സോഴ്സ് നമ്മളിവിടെ ആഡ് ചെയ്യും. ഓക്കെ, നമുക്കറിയാം R എന്ന് വെച്ച് കഴിഞ്ഞാൽ V/I ആണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഇത് I കിട്ടി. I എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താണ്, ഒരു 1 ആംപിയർ കറണ്ട് സോഴ്സ് ആണ്. അപ്പോൾ അതിൻ്റെ കേസ് നമുക്ക് വിയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ആ ഫൈനൈറ്റ് R വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രൊസീജിയർ. ഡിപ്പെൻഡൻറ്റ് സോഴ്സസ് മാത്രം വരുന്ന കേസിൽ നമ്മൾ ഒരു ടെസ്റ്റ് സോഴ്സ്, ഇതിനെയാണ് പറയുന്നത് ഇതിനെയാണ് നമ്മൾ ടെസ്റ്റ് സോഴ്സ് എന്ന് പറയുന്നത്. ദിസ് 1 ആംപിയർ കറണ്ട് സോഴ്സ് ടെസ്റ്റ് സോഴ്സ് എന്ന് പറയും. അതിവിടെ പ്ലേസ് ചെയ്യും. വിളിച്ചിട്ട് നമുക്ക് R ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. V/I ആണ്. I എന്ന് വെച്ചാൽ 1 ആംപിയർ ആണ്. ഇനി ഈ V വാല്യൂ കൂടെ ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇതിൻ്റെ കേസിൽ I ആണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ദിസ് ഈസ് I. നമ്മൾ നോർമലി ഡിപ്പെൻഡൻറ്റ് സോഴ്സ് വരുമ്പോഴത്തേക്ക് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ ഇക്വേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യും. അപ്പോൾ അതേ സെയിം പ്രൊസീജിയർ തന്നെ ഡിപ്പെൻഡൻറ്റ് പാരാമീറ്റർ അതിൻ്റെ എക്സ്പ്രഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുക. I ഈക്വൽ ടു, ഇതിൻ്റെ കേസിൽ ഇതിലേക്കൂടെ ഫ്ലോ ചെയ്ത കറണ്ടാണ് I എന്ന് പറയുന്നത്. നമുക്ക് തന്നിട്ടുണ്ട് എന്താണ്, ഓപ്പോസിറ്റ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്താ I എന്ന് വെച്ചാൽ എന്തെഴുതാം, -1 ആംപിയർ എന്ന് എഴുതാം. ഓക്കെ, ഇതിൻ്റെ ഐയുടെ ഡയറക്ഷൻ ഈ ഡയറക്ഷൻ തന്നിരിക്കുന്നത്, തന്നിരിക്കുന്ന കറണ്ട് സോഴ്സ് ഓപ്പോസിറ്റ് ആണ്. സോ I ഈക്വൽ ടു -1 ആംപിയർ നമുക്ക് എഴുതാൻ പറ്റും. ഇനി ഇതിനകത്ത് V ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, വിയുടെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ നോഡ് ഇക്വേഷൻസ് എഴുതും. ഓക്കെ, നോഡ് ഇക്വേഷൻ 3 ബ്രാഞ്ചസ് ഉണ്ട്. അപ്പം അതിൻ്റെ ഇക്വേഷൻ എഴുതുകയാണ്, നോഡ് ഇക്വേഷൻ. ഓക്കെ, നോഡ് ഇക്വേഷൻ. അപ്പോൾ അതിൽ ഫസ്റ്റ് ഇപ്പോൾ ഈ ബ്രാഞ്ചിൻ്റെ ആണെങ്കിൽ എന്ത് വരും, നോഡ് ഇക്വേഷന് V/1. ഓക്കെ, V/1. അടുത്ത ഇതിൻ്റെ കേസിലോ കറണ്ട് സോഴ്സ് മാത്രമേ ഉള്ളൂ. നോർമൽ കൺവെൻഷൻ ഡൗൺവേർഡ്സ് അപ്വേർഡ്സ് ആയതുകൊണ്ട് -1. ഇപ്പോൾ ഈ ബ്രാഞ്ചിൻ്റെ ആയി. ഇനി ഈ ബ്രാഞ്ചിൻ്റെ എന്ത് വരും, പ്ലസ്. വിത്ത് റെസ്പെക്ട് നോഡ് ആയതുകൊണ്ട് ഈ V ഇവിടെ എൻഡ് ചെയ്ത് മൈനസ് ആയതുകൊണ്ട് മൈനസ്. അതിൻ്റെ വാല്യൂ 2i ആണ്. ഡിവൈഡ് ബൈ V/R. R ഈക്വൽ ടു 5. This is equal to 0 എന്ന് വരും. നോഡ് ഇക്വേഷൻ സിമ്പിൾ ആയിട്ടുള്ള നോഡ് ഇക്വേഷൻ ആണ് അല്ലേ. 3 ബ്രാഞ്ച്, ആദ്യത്തിൻ്റെ V/1, നെക്സ്റ്റിൻ്റെത് കറണ്ട് സോഴ്സ് ഡയറക്റ്റ് നിൽക്കുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് -1. നെക്സ്റ്റ് V/R, V മൈനസ് എൻ്റെ വാല്യൂ 2i ഡിവൈഡ് ബൈ 5. ഇനി ഐയുടെ വാല്യൂ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ എന്ത് കിട്ടും, -1. ഓക്കെ, പ്ലസ് V ഇവിടെ I ഈക്വൽ ടു -1. അപ്പോൾ ഇവിടെ എന്തൊരു V+2 വരും. ഐക്ക് നമ്മൾ -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -1 പ്ലസ് ആയി V+2 ഡിവൈഡ് ബൈ 5 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് വിയുടെ വാല്യൂ 1/2 എന്ന് കിട്ടും. ഓക്കെ, ഈ വിയുടെ വാല്യൂ 1/2 എന്ന് കിട്ടും. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് R എന്നാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് അല്ലേ. R എന്നാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. നോർട്ടൺ കറണ്ട്, നോർട്ടൺ റെസിസ്റ്റൻസ്. ഇപ്പോൾ V ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്ത് 1/2 ഡിവൈഡ് ബൈ 1 ആംപിയർ ആയിരിക്കും. സോ 1/2 ഓം ആയിരിക്കും R എന്ന് പറയുന്നത്. അപ്പോൾ IN 0 ആയിരിക്കും. Rൻ്റെ വാല്യൂ 1/2 ഓം ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഇതുപോലെ ഡിപ്പെൻഡൻറ്റ് സോഴ്സ് മാത്രം വരുന്ന കേസിൽ നമ്മൾ അതിൻ്റെ നോർട്ടൺ ഇക്വലന്റ് ഫൈൻഡ് ഔട്ട് ചെയ്തത്. ഞാൻ ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യാം. ഇങ്ങനത്തുള്ള കേസിനകത്ത് ഡിപ്പെൻഡൻറ്റ് സോഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പം I എന്ന് വെച്ചാൽ 0 ആയിരിക്കും, കാരണം ഇൻഡിപെൻഡൻറ്റ് സോഴ്സ് ആണ് സപ്ലൈ ചെയ്യുന്നത്. ഇവിടെ ഇൻഡിപെൻഡൻറ്റ് സോഴ്സ് ഒന്നുമില്ല. സോ കറണ്ട് IN 0 എന്ന് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കറിയാം R ഈക്വൽ ടു V/I ആണ്. ഓക്കെ, I നമ്മളിവിടെ ഒരു ടെസ്റ്റ് സോഴ്സ് 1 ആംപിയർ കറണ്ട് സോഴ്സ് കണക്ട് ചെയ്യും. 1 ആംപിയർ കറണ്ട് സോഴ്സ് കണക്ട് ചെയ്യും. അപ്പോൾ എന്നിട്ട് V ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ഡിറ്റർമിൻ ദ വാല്യൂ ഓഫ് R. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ 1 ആംപിയർ കറണ്ട് സോഴ്സ് കണക്ട് ചെയ്തു. ഡിപ്പെൻഡൻറ്റ് പാരാമീറ്ററിൻ്റെ വാല്യൂ നമ്മളിവിടെ കണ്ടുപിടിച്ചത് എപ്പോഴും ഓർത്തോണം. ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ പാരാമീറ്ററിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. അതിനുശേഷം നോഡ് ഇക്വേഷൻസ് എഴുതിയിട്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വിയുടെ വാല്യൂ കിട്ടി. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് R ഈക്വൽ ടു 1/2 ഓം എന്ന് കിട്ടും. ഓക്കെ, ഇതായിരുന്നു ഒരു 3 മാർക്സിന് ചോദിച്ച ആ മോഡൽ ക്വസ്റ്റ്യനുള്ള പാർട്ട് എയിലെ ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം എന്നായിരുന്നു.
ഓക്കെ, അതും 3 മാർക്സിന് ചോദിച്ചതാണ്. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം. ഇപ്പം മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം എന്ന് വെച്ചാൽ നമുക്കറിയാം തെവെനിൻസ് തിയറം ആണ് ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, തെവെനിൻസ് തിയറം അതായത് തെവെനിൻസ് ഇക്വലന്റ് സർക്യൂട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യണം. സർക്യൂട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, അപ്പം അതായത് ഇപ്പോൾ ഏതൊരു സർക്യൂട്ട് ഉണ്ടെങ്കിലും അതിനൊരു വോൾട്ടേജ് സോഴ്സ് VTH ഇൻ സീരീസ് വിത്ത് RTH നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് തെവെനിൻ ഇക്വലന്റ്. അതിനുശേഷം മാക്സിമം പവർ ട്രാൻസ്ഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ മാക്സിമം പവർ ട്രാൻസ്ഫർ ഒക്കേഴ്സ് വെൻ ലോഡ് ഇംപിഡൻസ് ഈസ് ഈക്വൽ ടു സോഴ്സ് ഇംപിഡൻസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് തെവെനിൻ ഇക്വലന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യും. എന്നിട്ട് അതിനകത്ത് RTH എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് RL ഈസ് ഈക്വൽ ടു RTH എന്ന് വരും. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് അതിൻ്റെ മാക്സിമം പവർ ട്രാൻസ്ഫറിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പം നമുക്കറിയാം P ഈക്വൽ ടു I² R ആണ് പവറിൻ്റെ ഇക്വേഷൻ. P ഈക്വൽ ടു I² R ആണ്. അതുപോലെ I ഈക്വൽ ടു നമുക്കതറിയാം I ഈക്വൽ ടു V/R ആണ്. ഓക്കെ, ഇതിൻ്റെ കേസിൽ V എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും? VTH ഡിവൈഡ് ബൈ R എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടോട്ടൽ R ആണ്. RTH പ്ലസ് RL ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കേസിൽ മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ എന്ത് വരും? VTH ഇസ് ഈക്വൽ ടു RTH പ്ലസ് RL എന്താവണം? RTH ആവണം. ഓക്കെ, RTH ആവണം. ഇനി അത് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ദിസ് ഈസ് അവർ ഐക്ക് വരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം എന്ത് വരും? VTH ഡിവൈഡ് ബൈ 2 RTH വരത്തില്ലേ? 2 RTH അതിൻ്റെ സ്ക്വയർ ഇൻറ്റു എന്ത് വരും? ദിസ് ഈസ് RTH. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? VTH സ്ക്വയർ ഡിവൈഡ് ബൈ 4 ഒരു RTH ക്യാൻസൽ ചെയ്ത് പോകും. അപ്പം എന്ത് വരും? 4 RTH. VTH സ്ക്വയർ ഡിവൈഡ് ബൈ 4 RTH ആണ് മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ ഇക്വേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ എപ്പോഴും മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഇക്വലന്റ് സർക്യൂട്ട്സ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതിൽ RL എന്ന് വെച്ചാൽ RTH തന്നെ ആയിരിക്കും. അതിനുശേഷം മാക്സിമം പവർ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, ഇനി AC സർക്യൂട്ടിൻ്റെ കേസ് വരുമ്പോഴത്തേക്ക് അതിനകത്ത് ഡെഫിനിഷൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം പവർ ട്രാൻസ്ഫർ ഒക്കേഴ്സ് വെൻ ലോഡ് ഇംപിഡൻസ് ഈക്വൽസ് കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് ഓഫ് സോഴ്സ് ഇംപിഡൻസ് ആണ്. ഇവിടെ ഒരു കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് വരും. അതും കൂടെ നോട്ട് ചെയ്തേക്കണം. കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് അതായത് AC സർക്യൂട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ സർക്യൂട്ട് വരക്കുമ്പോഴത്തേക്ക് സോഴ്സ് VTH ഇൻ സീരീസ് വിത്ത് RTH ആയിരിക്കും. അവിടുത്തെ കേസിൽ AC ആകുമ്പോഴത്തേക്ക് ദിസ് RL ഈക്വൽ ടു RTHന്റെ കോഞ്ചുഗേറ്റ് ആയിരിക്കും. ഓക്കെ, ഇതാണ് അതിൻ്റെ ഡിഫറൻസ് വരുന്നത്. Here the maximum power transfer occurs when load impedance is equal to complex conjugate of source impedance. ഇത് രണ്ടും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കുക. 3 മാർക്സിന് ഇത്രയും മാക്സിമം ഇത്രയും മതി. 3 മാർക്സിന് ഡെഫിനിഷൻ എഴുതുക. ഈ 2 കാര്യങ്ങൾ പറയുക. ഈ മാക്സിമം പവർ അതിൻ്റെ എക്സ്പ്രഷൻ മറക്കരുത്. അത് എപ്പോഴും അതിനകത്ത് കാണണം. മാക്സിമം പവർ ട്രാൻസ്ഫറിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇപ്പം നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ 2019 സ്കീമിൽ ECയുടെ നെറ്റ്വർക്ക് തിയറിയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡ്യൂൾ 2ൻ്റെ ഡീറ്റെയിൽഡ് സൊല്യൂഷൻ പാർട്ട് എയിലെ 2 ക്വസ്റ്റ്യൻസ്, ഇത് രണ്ടുമായിരുന്നു പാർട്ട് എയിലെ 2 ക്വസ്റ്റ്യൻസ്. അതുപോലെ പാർട്ട് ബിയിൽ essay ക്വസ്റ്റ്യൻസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? സോൾവ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ മോഡ്യൂൾ 1ൻ്റെയും ഈ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ ലിങ്ക് ഉണ്ട്. നമ്മൾ വീഡിയോസ് അവൈലബിൾ ആണ്. KTUവിൻ്റെ പുതിയ സ്കീം ആയതുകൊണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇടുമ്പോൾ നോർമലി ആ മോഡൽ ക്വസ്റ്റ്യൻ്റെ ടൈപ്പ് ആയിരിക്കും നമുക്ക് വരാവുന്നത്, എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പം നന്നായിട്ട് നോക്കി വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഇപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഷെയറിങ് ആൻഡ് സബ്സ്ക്രിപ്ഷനാണ് പുതിയ വീഡിയോസ് ഒക്കെ ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. സോ ഡു സപ്പോർട്ട് അവർ ചാനൽ BTech Made Easy. ഓക്കെ, താങ്ക് യു.